Good evening all. നമ്മളിന്ന് ഓൾറെഡി കോർപ്പറേഷൻ്റെ റിവിഷനാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് കോർപ്പറേഷൻ്റെ റിവിഷൻ ആണെങ്കിൽ നമുക്കറിയാം ട്രേഡിംഗ് ഇൻകവും ക്യാപിറ്റൽ അലവൻസും കോർപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് തന്നെ പോകുന്ന കാര്യങ്ങളാണ്. സോ അത് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്തിട്ട് ട്രേഡിംഗ് ഇൻകം ആൻഡ് ക്യാപിറ്റൽ അലവൻസ് കഴിഞ്ഞിട്ട് നമുക്ക് കോർപ്പറേഷൻ ഏരിയാസിലേക്ക് എത്താം. ഓൾറെഡി ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം, നിങ്ങളുടെ ട്രേഡിംഗ് ഇൻകത്തിലെ ബാഡ്ജസ് ഓഫ് ട്രേഡ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നേക്കാം. നിങ്ങളുടെ സെക്ഷൻ സിയിലൊക്കെ ചിലപ്പോൾ ചോദിക്കാം, തിയറി ചോദിക്കാറുള്ളതാണ് ബാഡ്ജസ് ഓഫ് ട്രേഡ്. ദെൻ അതുമായിട്ട് ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാനും അല്ലെങ്കിൽ ബാഡ്ജസ് ഓഫ് ട്രേഡ് ഏതൊക്കെയാണ് പോയിന്റ്സ് എന്നുള്ളതും ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ഡിഡക്റ്റബിൾ ആൻഡ് നോൺ ഡിഡക്ട്സ് നമുക്കറിയാം, നിങ്ങൾ എന്ന ഒരു ട്രേഡർ ആണെങ്കിൽ ഒരു ടാക്സ് അതോറിറ്റി എന്തൊക്കെയാണ് നിങ്ങളുടെ ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റിൽ ഡിഡക്ട് ചെയ്യാവുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡിഡക്ട് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം അതനുസരിച്ച് നമ്മൾ ഡിഡക്റ്റബിൾ ആൻഡ് നോൺ ഡിഡക്റ്റബിൾ എക്സ്പെൻഡിച്ചർ ആണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം നിങ്ങളുടെ ട്രേഡിംഗ് ബിസിനസ്സിൽ ഒരു ഫൈനോ പെനാൽറ്റി ഒക്കെ വന്നാൽ നമ്മൾ നോർമൽ കേസിൽ ഡിഡക്ട് ചെയ്യാൻ പാടില്ല, ഓർ നോൺ ഡിഡക്റ്റബിൾ ആണ്. സോ ദെർഫോർ ആഡ് ബാക്ക് എന്നാണ് നമ്മൾ നോർമലി പറയുക. ദെൻ ഡിപ്രീസിയേഷൻ നമുക്കറിയാം ഡിഡക്ഷൻ അലൗഡ് അല്ല, അതിന് പകരം നമുക്ക് ക്യാപിറ്റൽ അലവൻസ് എലിജിബിൾ ആണ്. സോ ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക്. കോസ്റ്റ് ഓഫ് ഇനിഷ്യൽ റിപ്പയർസ് ടു ഇംപ്രൂവ് ആൻ അസറ്റ്, ദാറ്റ് മീൻസ് എ ക്യാപിറ്റൽ നേച്ചർ, ദെർഫോർ ആഡ് ബാക്ക്. ദെൻ പ്രൈവറ്റ് പ്രൊപ്പോർഷൻ ഓഫ് മോട്ടോർ എക്സ്പെൻസ്, റെന്റ്, ലൈറ്റിംഗ്, ഹീറ്റിംഗ് എക്സ്പെൻസ് ഒക്കെ. അപ്പോൾ ബോത്ത് ബിസിനസ്, ഒരു ട്രേഡർ ബോത്ത് ബിസിനസ് ആൻഡ് പ്രൈവറ്റ് യൂസ് ചെയ്തെങ്കിൽ നമുക്കറിയാം പ്രൈവറ്റ് പ്രൊപ്പോർഷൻ ഡിഡക്ഷൻ അലൗഡ് അല്ല. സോ ദെർഫോർ പ്രൈവറ്റ് പ്രൊപ്പോർഷൻ ആഡ് ബാക്ക് ചെയ്യുക, ഒൺലി ബിസിനസ് പ്രൊപ്പോർഷൻ മാത്രം ഡിഡക്ട് ചെയ്യും. അപ്പം മറ്റൊരു കാര്യം കൂടെ ഓർത്തിരിക്കേണ്ടത്, നിങ്ങളുടെ കമ്പനിയിലേക്ക് വരുമ്പോൾ അവിടെ പ്രൈവറ്റ് ബിസിനസ് എന്നൊരു അപ്പോർഷൻ ഇല്ല. നിങ്ങളൊരു ഡയറക്ടർ ബോത്ത് ബിസിനസ് ആൻഡ് പ്രൈവറ്റ് എന്തെങ്കിലും യൂസ് ചെയ്തെങ്കിൽ സോ പ്രൈവറ്റ് പ്രൊപ്പോർഷൻ നമ്മൾ നോർമൽ കേസിൽ ഞാൻ പറഞ്ഞു ട്രേഡറിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ബട്ട് കമ്പനി പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആഡ് ബാക്ക് ചെയ്യരുത്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. പേയ്മെന്റ് ടു ദ ട്രേഡേഴ്സ്, ഇൻകം ടാക്സ് ആൻഡ് NIC. അതായത് നമുക്കറിയാം ഒരു ട്രേഡറിന്റെ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിങ്ങൾ എന്ന ഒരു ഇൻഡിവിജ്വലിന് ഒരു ഇൻകം ടാക്സ് ലയബിലിറ്റി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പേഴ്സണൽ എക്സ്പെൻസ് ആണ്. അതൊരിക്കലും നിങ്ങളുടെ ബിസിനസിന്റെ എക്സ്പെൻസ് അല്ല, അത് ഡിഡക്ട് ചെയ്യാൻ പാടില്ല. ട്രേഡേഴ്സ് NIC എന്ന് പറയുന്നത് നിങ്ങൾ ഓർത്തിരിക്കുക, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ക്ലാസ് 2 and 4 ആണ് നോർമൽ കേസിൽ ട്രേഡേഴ്സ് NIC എന്ന് പറയുക. അതും ഒരിക്കലും ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റിൽ ഡിഡക്ട് ചെയ്യാൻ പാടില്ല. ദെയർഫോർ ആഡ് ബാക്ക്. നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു കാർ ലീസിനെടുത്തു, കാറിന്റെ ലീസ് കോസ്റ്റ് CO2 എമിഷൻ മോർ ദാൻ 50 gram ആണെങ്കിൽ ഡിഡക്ഷൻ അലൗഡ് അല്ല ഫുള്ളും. സോ ദെയർഫോർ 15% ആഡ് ബാക്ക്. ലെസ് ദാൻ 50 gram ആണെങ്കിൽ ഫുള്ളി ഡിഡക്ഷൻ അലൗഡ് ആണെന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കാം. സോൾ ട്രേഡറിന്റെ സാലറിയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒന്നും നമുക്ക് ഡിഡക്ഷൻ അലൗഡ് അല്ല. പൊളിറ്റിക്കൽ പാർട്ടി ആൻഡ് ഡൊണേഷൻ അലൗഡ് അല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്റർടൈനിങ് കസ്റ്റമേഴ്സ് ആണ്. എന്റർടൈനിങ് കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ ഓർക്കുക, കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ UK കസ്റ്റമേഴ്സും ഓവർസീസ് കസ്റ്റമേഴ്സും കയറി വരാറുണ്ട്. അപ്പം നിങ്ങളുടെ ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റിൽ നിന്നും എന്റർടൈനിങ് UK കസ്റ്റമേഴ്സും ഓവർസീസ് കസ്റ്റമേഴ്സും രണ്ടും നോൺ ഡിഡക്റ്റബിൾ ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ബട്ട് വാറ്റിന്റെ പോർഷനിലാണ് നമ്മൾ ഓൾറെഡി കണ്ടത് എന്റർടൈനിങ് ഓവർസീസ് കസ്റ്റമേഴ്സ് ഡിഡക്റ്റബിളും എന്റർടൈനിങ് UK കസ്റ്റമേഴ്സ് നോൺ ഡിഡക്റ്റബിൾ എന്ന് കണ്ടത്. തമ്മിൽ മാറിപ്പോകരുത്. ട്രേഡിംഗ് ബിസിനസ്സിൽ അല്ലെങ്കിൽ ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റിൽ എന്റർടൈനിങ് UK കസ്റ്റമേഴ്സ് ആൻഡ് ഓവർസീസ് കസ്റ്റമേഴ്സ് നോൺ ഡിഡക്റ്റബിൾ. ദെൻ ഗോൾഫ് മെമ്പർഷിപ്പ് ഫീ ഫോർ എ ട്രേഡർ, ഒരു ട്രേഡറിന് മെമ്പർഷിപ്പ് ഫീ പേ ചെയ്യുക. അത് നമുക്കറിയാം നിങ്ങളുടെ പേഴ്സണൽ എക്സ്പെൻസ് ആണ്, ഡിഡക്ട് ചെയ്യാൻ പാടില്ല, ആഡ് ബാക്ക്. ബോണസ് ഡിക്ലെയർഡ് അൺപെയ്ഡ്, ഡിഡക്ഷൻ നോട്ട് അലൗഡ്, ദെർഫോർ ആഡ് ബാക്ക്. ദെൻ നിങ്ങളുടെ ട്രേഡിംഗ് ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പേറ്റന്റ്, ട്രേഡ് മാർക്ക് ഇതെല്ലാം നമുക്കറിയാം നമുക്ക് ഡിഡക്ഷൻ അലൗഡ് ആണ്. ഇമ്പയർമെന്റ് ലോസ് നോർമലി ഡിഡക്ഷൻ അലൗഡ് ആണ്. ഇനി നിങ്ങൾ തെറ്റിക്കാനുള്ള ഒരു ചാൻസ് ഉള്ളത് എന്റർടൈനിങ് ടു എംപ്ലോയി ആൻഡ് ഗിഫ്റ്റ് ടു എംപ്ലോയി എന്നുള്ള പോയിന്റ് ആണ്. നിങ്ങളുടെ കമ്പനിയിലെ അല്ലെങ്കിൽ സോൾ ട്രേഡിംഗ് ബിസിനസ്സിലെ എംപ്ലോയിനെ എന്റർടൈൻ ചെയ്യാൻ വന്നിരിക്കുന്ന എക്സ്പെൻസ് നിങ്ങൾക്ക് ഡിഡക്ഷൻ അവിടെ അലൗഡ് ആണ്, അവിടെ ലിമിറ്റ് ഒന്നുമില്ല. സ്റ്റാഫ് പാർട്ടി പ്രൊവൈഡ് ചെയ്തു, നിങ്ങളുടെ സോൾ ട്രേഡിംഗ് ബിസിനസ് ആയിക്കോട്ടെ കമ്പനി ആയിക്കോട്ടെ സ്റ്റാഫ് പാർട്ടി പ്രൊവൈഡ് ചെയ്തു, അവിടെ എമൗണ്ട് ലിമിറ്റുകൾ ഇല്ല. പിന്നെ എവിടെയാണ് എമൗണ്ട് ലിമിറ്റ് ഉള്ളത്? ഒരു ഇൻഡിവിജ്വൽ എംപ്ലോയി ആണെങ്കിൽ ആളുടെ എംപ്ലോയ്മെന്റ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമൽ കേസിൽ 150ലും എബോവ് ഉള്ള അല്ലെങ്കിൽ ഹൈ വാല്യൂ ഉള്ള സ്റ്റാഫ് പാർട്ടി നമ്മൾ റിസീവ് ചെയ്താൽ നമുക്ക് നോർമൽ കേസിൽ അത് ടാക്സിബിൾ ആണ്. ഹോൾ എമൗണ്ട് ഈസ് ടാക്സിബിൾ. ബട്ട് നമ്മുടെ ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റിൽ നമുക്ക് എന്റർടൈനിങ് എംപ്ലോയി ലിമിറ്റ് ഇല്ല എന്ന് ഓർത്തിരിക്കാം. ഗിഫ്റ്റ് ടു എംപ്ലോയിക്കും പ്രത്യേകിച്ച് ഒരു കണ്ടീഷനും ഇല്ല ഗിഫ്റ്റ് ടു എംപ്ലോയിക്കും. ബട്ട് അതേസമയം ഗിഫ്റ്റ് ടു കസ്റ്റമേഴ്സ് ആണെങ്കിൽ കസ്റ്റമേഴ്സിന് നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തെങ്കിൽ നോർമൽ കേസിൽ പെർ ഡോണി പെർ ഇയർ 50 pound ആണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ബട്ട്
ഫുഡ്, ഡ്രിങ്ക്, ടുബാക്കോ ഐറ്റംസ് ഒന്നും എലിജിബിൾ അല്ല എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കും. ഗിഫ്റ്റ് ടു കസ്റ്റമേഴ്സ് ഞാൻ പറഞ്ഞു 50 പൗണ്ടിൽ എബോവ് ആകാൻ പാടില്ല. അതുപോലെ തന്നെ പെർ ഡോണിക്ക് പെർ ഇയർ നമ്മൾ നോർമൽ കേസിൽ 50 പൗണ്ടിൽ എബോവ് ആകാൻ പാടില്ല. ഫുഡ്, ഡ്രിങ്ക്, ടുബാക്കോ ഐറ്റംസ് ആകരുത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. ബട്ട് അതേസമയം ഒരു എംപ്ലോയിക്ക് നിങ്ങൾ ഫുഡ് കൊടുത്തു, അല്ലെങ്കിൽ ഒരു എംപ്ലോയിക്ക് നിങ്ങൾ ഡ്രിങ്ക്സ് കൊടുത്തു, അലൗഡ് ആണ്. നിങ്ങളുടെ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, എംപ്ലോയിക്ക് വൈൻ കൊടുത്തു. നമുക്കറിയാം ഡ്രിങ്ക്സ് ആണ്, ബട്ട് എങ്കിൽ പോലും എംപ്ലോയിക്ക് ആയതുകൊണ്ട് അത് അലൗഡ് ആണ്. പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ഗിഫ്റ്റ് ചാരിറ്റി ഇതെല്ലാം നിങ്ങൾക്കറിയാം. പേറ്റന്റ് റോയൽറ്റീസ് നമ്മൾ പറഞ്ഞു പോയതാ. എംപ്ലോയേഴ്സ് NIC, നിങ്ങളുടെ ട്രേഡറിന്റെ NIC നമുക്ക് ഡിഡക്ട് ചെയ്യാവുന്നത് ഓർത്തിരുന്നോളുക. നിങ്ങളുടെ P&L ഡിഡക്ട് ചെയ്യാവുന്നത് ക്ലാസ് 1 സെക്കൻഡറി ആൻഡ് ക്ലാസ് 1A. ഇത് രണ്ടും നിങ്ങൾ നിങ്ങളുടെ എംപ്ലോയിക്ക് വേണ്ടി പേ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റിൽ ഡിഡക്ട് ചെയ്യാം. ട്രേഡറിന്റെ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് എംപ്ലോയീസ് സാലറി നമുക്കറിയാം നോർമലി ഡിഡക്ട് ചെയ്യാം. ബട്ട് ഫാമിലി മെമ്പർക്ക് നോർമൽ എംപ്ലോയിയേക്കാൾ കൂടുതൽ കൊടുത്തെങ്കിൽ എക്സസ് ഫിഗർ ഈസ് ആഡ് ബൈ. ട്രേഡ് സബ്സ്ക്രിപ്ഷൻ അലൗഡ് ആണ്. ചാരിറ്റബിൾ ഡൊണേഷൻ അലൗഡ് ആണ്. ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് നോൺ കറന്റ് അസറ്റ്. ഒരു നോൺ കറന്റ് അസറ്റ് സെയിൽ ചെയ്ത് ഒരു പ്രോഫിറ്റ് കിട്ടി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് നമ്മുടെ P&L അല്ല നമ്മൾക്ക് ആഡ് ചെയ്യേണ്ടത്. അത് ക്യാപിറ്റൽ നേച്ചർ ആണ്. ഓൾറെഡി P&L ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഡക്ട് ചെയ്തുകൊള്ളുക. പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ എംപ്ലോയിക്ക് എന്തെങ്കിലും ഫൈനോ കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ അത് നമ്മുടെ നോർമലി ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റിൽ ഡിഡക്ഷൻ അലൗഡ് ആണ്. പിന്നെ നിങ്ങൾക്ക് വേറെ ഡൗട്ട്സ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. അക്കൗണ്ടൻസി കാര്യങ്ങൾ, ഗിഫ്റ്റ് ടു ബിസിനസ് സാമ്പിൾ, ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതേസമയം നിങ്ങളൊരു ക്യാഷ് ബേസിസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ, ക്യാഷ് ബേസിസിന്റെ സിറ്റുവേഷൻ നമുക്കറിയാം. ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്തത് അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് പേ ചെയ്തത് മാത്രമേ ഡിഡക്ട് ചെയ്യാൻ പാടുള്ളൂ. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ അസംഷൻ അത് ക്യാഷ് ബേസിസ് ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സോറി എക്സാം പോയിന്റ് ഓഫ് വ്യൂ ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞില്ലെങ്കിൽ അത് അക്രൂവൽ ബേസിസ് ആണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്യാഷ് ബേസിസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് ക്യാഷ് ബേസിസ് എന്ന് പറയും. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ഇനി ക്യാഷ് ബേസിസ് എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞു. ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്യുന്നതെല്ലാം ആഡ് ചെയ്യുക, ക്യാഷ് ആയിട്ട് പേ ചെയ്യുന്നതെല്ലാം ഡിഡക്ട് ചെയ്യുക. ബട്ട് ക്യാഷ് ആയിട്ട് പേ ചെയ്യുന്നതെല്ലാം ഡിഡക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്? നിങ്ങളൊരു മോട്ടോർ കാർ പർച്ചേസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു ലാൻഡ് പർച്ചേസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെയായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ലീഗൽ ഫീസ് വന്നെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഡിഡക്ട് ചെയ്യാനായിട്ട് പാടില്ല. എവിടെ? ക്യാഷ് ബേസിസ് ആണെങ്കിൽ. അതേസമയം നിങ്ങളൊരു മോട്ടോർ കാർ പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അക്രൂവൽ ബേസിസിൽ നമ്മൾ ക്യാപിറ്റൽ അലവൻസ് കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷെ ക്യാഷ് ബേസിസിൽ മോട്ടോർ കാറിന്റെ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഡിഡക്ട് ചെയ്യാനായിട്ട് പാടില്ല. അപ്പം ഒരു മേജർ ഡിഫറൻസ് ക്യാഷ് ബേസ് ആൻഡ് അക്രൂവൽ ബേസ് എന്ന് പറയുമ്പോൾ, ക്യാഷ് ബേസിസിൽ ക്യാപിറ്റൽ അലവൻസ് അല്ല, അക്രൂവൽ ബേസിസിൽ ക്യാപിറ്റൽ അലവൻസ് ആണ്. ഇതാണ് ഒരു ഡിഫറൻസ് എന്ന് പറയാം. പിന്നെ മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈവറ്റ് എലമെന്റ് ഈസ് ഡിസലൗഡ്. അതായത് മോട്ടോർ എക്സ്പെൻസ് വന്നു. ടാക്സ് നമ്മുടെ അക്രൂവൽ ബേസ് ആണെങ്കിൽ മോട്ടോർ എക്സ്പെൻസിൽ പ്രൈവറ്റ് പ്രൊപ്പോർഷൻ അലൗഡ് അല്ല. സോ ദാറ്റ് മീൻസ് ബിസിനസ് പ്രൊപ്പോർഷൻ മാത്രമേ അലൗഡ് ഉള്ളൂ. പ്രൈവറ്റ് പ്രൊപ്പോർഷൻ നമ്മൾ ആഡ് ബാക്ക് ചെയ്യും. ബട്ട് അതേസമയം നമ്മൾ നോർമൽ കേസിൽ ക്യാഷ് ബേസിസിലാണെങ്കിൽ എത്ര മൈൽസ് ആണോ നിങ്ങളുടെ കാർ റൺ ചെയ്തത്, FRM എന്ന് പറയും, ഫിക്സഡ് റേറ്റ് മൈലേജ്. അപ്പം എത്ര മൈൽസ് ആണോ നിങ്ങളുടെ കാർ റൺ ചെയ്ത് അപ് ടു 10,000 45ഉം റിമൈനിങ് 25 പെൻസ് വെച്ചായിരിക്കും നമ്മൾ ഡിഡക്ട് ചെയ്യുക. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ദെൻ ബിസിനസ് പ്രൊമിസസ് നമുക്കറിയാം. നോർമൽ കേസിൽ നിങ്ങൾ എന്ന ട്രേഡർ ബോത്ത് ബിസിനസ് ആൻഡ് പ്രൈവറ്റ് പർപ്പസ് ആയിട്ട് ഈ ഒരു ബിൽഡിംഗ് തന്നെ ഫുൾ ബിസിനസ് ആൻഡ് പ്രൈവറ്റ് ആയിട്ട് യൂസ് ചെയ്തെങ്കിൽ അവിടെ വന്നിരിക്കുന്ന ലൈറ്റ്, ഹീറ്റ്, ക്ലീനിങ് എക്സ്പെൻസ് ഒക്കെ അതിന്റെ നമുക്കറിയാം പ്രൈവറ്റ് പ്രൊപ്പോർഷനും ബിസിനസ് പ്രൊപ്പോർഷനും അപ്പോർഷൻ ചെയ്യണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഹോൾ എക്സ്പെൻസിനെ ആഡ് ചെയ്യും. പിന്നെ നമ്പർ ഓഫ് ഒക്യുപ്പൻസിനെ ബേസ് ചെയ്താണ്. നമ്പർ ഓഫ് ഒക്യുപ്പൻസ് എന്ന് പറയുന്നത് 1 ആണോ 2 ആണോ നോക്കുക. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് പറയും. 1 ഒക്യുപ്പന്റ് ആണെങ്കിൽ നമുക്കറിയാം നോർമലി നമ്മൾ 350 പൗണ്ട് എന്നുള്ള രീതിയിലായിരിക്കും കൺസിഡർ ചെയ്യുക. അപ്പൊ ടോട്ടൽ എക്സ്പെൻസ് ആഡ് ചെയ്യുക മൈനസ് 350 ഇൻറ്റു 12 പെർ മന്ത് ആണ് 350. 1 ഒക്യുപ്പന്റ് എങ്കിൽ 350 ഇൻറ്റു 12 ഡിഡക്ട് ചെയ്യുക. ബാലൻസ് ആയിരിക്കും ബിസിനസ് പ്രൊപ്പോർഷൻ. ആ ബാലൻസ് എക്സ്പെൻസ് നമ്മൾ ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റിൽ നിന്നും ഡിഡക്ട് ചെയ്യും. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ദെൻ പ്രീ ട്രേഡിംഗ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്നാണോ നിങ്ങൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തേ ആ ഡേറ്റിൽ നിന്നും ബാക്കിലേക്ക് 7 ഇയറിനുള്ളിൽ നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും എക്സ്പെൻസ് വന്നെങ്കിൽ ആ എമൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡിഡക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. നമുക്ക് നോർമൽ കേസിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരാറുള്ളത് അഡ്വർടൈസ്മെന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അഡ്വർടൈസ്മെന്റ്, ദെൻ ഇനിഷ്യൽ മാർക്കറ്റ് റിസർച്ച്, ഇതൊക്കെയാണ്. അത് നമുക്ക് നോർമൽ കേസിൽ
ട്രേഡ് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റിൽ നിന്ന് ബാക്കിലേക്ക് 7 ഇയറിനുള്ളിൽ എലിജിബിൾ ആയിട്ടുള്ള ഒരു അലോവബിൾ എക്സ്പെൻസ് ആണെങ്കിൽ അത് നമ്മുടെ ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റിൽ ഡിഡക്ട് ചെയ്യാം. ട്രേഡിംഗ് ഇൻകത്തിന്റെ ചാപ്റ്ററിൽ എന്തെങ്കിലും പോയിന്റിൽ ഡൗട്ട്സ് ഉണ്ടാവും? ട്രേഡിംഗ് ഇൻകത്തിന്റെ ചാപ്റ്ററിൽ ഏതെങ്കിലും പോയിന്റിൽ ഡൗട്ട്സ്? NIC അതായത് നീ ഒരു ട്രേഡർ ആണെങ്കിൽ നിന്റെ ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റിൽ നിന്ന് ക്ലാസ് 2ഉം 4ഉം ഡിഡക്ട് ചെയ്യാൻ പാടില്ല. കാരണം നീ എന്ന ട്രേഡറിന്റെ ഇൻകത്തിന്മേൽ കൊടുക്കുന്ന NIC അത് നീ എന്ന ഇൻഡിവിജ്വലിന്റെ എക്സ്പെൻസാ, അല്ലാതെ ട്രേഡിംഗ് ബിസിനസിന്റെ എക്സ്പെൻസ് അല്ല 2ഉം 4ഉം. അതേസമയം ക്ലാസ് 1 സെക്കൻഡറിയും ക്ലാസ് 1Aയും എന്ന് പറയുന്നത് നിന്റെ എംപ്ലോയിക്ക് വേണ്ടി നീ പേ ചെയ്യുന്ന. സോ ദാറ്റ് മീൻസ് അത് ട്രേഡിംഗ് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് ഡിഡക്ട് ചെയ്യാം. ഒക്യുപ്പൻസിയുടെ ഒന്ന് പറഞ്ഞുതരോ? ഇതോ ബിസിനസ് പ്രമിസസോ? അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ അതായത് നിന്റെ പ്രോപ്പർട്ടിയിൽ ഇപ്പം ഏതെങ്കിലും ഒരു ബിൽഡിങ് അതിലൊരു ഫ്ലോറിൽ നീ ബിസിനസ് റൺ ചെയ്യുന്നു, മറ്റൊരു ഫ്ലോറിൽ നീയും നിന്റെ ഫാമിലി മെമ്പറും ഒക്യുപ്പൈ ചെയ്യുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ആകാം. ചിലപ്പോൾ നീ മാത്രം ഒരു ഒക്യുപ്പന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് പല എക്സ്പെൻസുകൾ, അതായത് ആ പ്രെമിസസിന് വന്നിരിക്കുന്ന ടോട്ടൽ എക്സ്പെൻസ് തരും. ഫോർ എക്സാമ്പിൾ നോർമലി എക്സാമിന് തരുന്നത് ഫുഡ് തരാറുണ്ട്. ഫുഡ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 3000. ദെൻ ഹീറ്റിംഗ് ചാർജ് 2500, lighting charge 2000, then cleaning ഓക്കെ. അപ്പം ഇങ്ങനെ നമുക്ക് കുറച്ച് എക്സ്പെൻസുകൾ വന്നു. എന്നിട്ട് പറയുന്നത് ഈ ബിൽഡിങ്ങിൽ നീ മാത്രമേ ഒക്യുപ്പൈ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. സോ ദാറ്റ് മീൻസ് 1 ഒക്യുപ്പന്റ്. 1 ഒക്യുപ്പന്റ് ആണെങ്കിൽ നമ്മുടെ ലിമിറ്റ് ടാക്സ് അതോറിറ്റി പറഞ്ഞിരിക്കുന്നത് ഒരു ആവറേജ് പെർ മന്ത് 350 വരും എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നിന്റെ ഈ പ്രോപ്പർട്ടിക്ക് വന്നിരിക്കുന്ന ഫുൾ എക്സ്പെൻസ് ആഡ് ചെയ്തു. അതിൽ നിന്നും 1 ഒക്യുപ്പന്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു 350 ആണ്. സോ ദെയർഫോർ 350 × 12 നീ എന്ത് ചെയ്യും? ഡിഡക്ട് ചെയ്യും. അപ്പം ഇത് ബാലൻസ് 9500 മൈനസ് 4200. ഇത് എന്തായിരിക്കും? നിങ്ങളുടെ ഇത് ബിസിനസ് എക്സ്പെൻസ്, ഇത് പ്രൈവറ്റ് പർപ്പസ്. അപ്പൊ നിങ്ങളുടെ ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബിസിനസ് പ്രമിസസ് എന്ന് പറഞ്ഞ് ഡിഡക്ട് ചെയ്യാവുന്ന 5300 ആയിരിക്കും. പക്ഷെ അതേസമയം ഈ ബിസിനസ് പ്രമിസസിന് ഒരു റെന്റൽ ചാർജ് വന്നു, അല്ലെങ്കിൽ ഈ ബിസിനസ് പ്രമിസസിന്മേൽ ഒരു മോർഗേജ് എടുത്തു, അതായത് ലോൺ എടുത്തു, അതിന്റെ ഒരു ഇൻട്രസ്റ്റ് വന്നു, അല്ലെങ്കിൽ ഒരു കൗൺസിൽ ടാക്സ് വന്നു. ഇതൊന്നും ഈ ഒരു വേയിലല്ല അപ്പോർഷൻ ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മൾ അപ്പോർഷൻ ചെയ്യേണ്ടത് ആ പ്രോപ്പർട്ടിയുടെ ബിസിനസ് പ്രൊപ്പോർഷൻ ചിലപ്പോൾ 2/3 അങ്ങനെയൊക്കെ പറയും. അപ്പൊ അതിന്റെ ബേസ് ചെയ്ത് വേണം അത് അപ്പോർഷൻ ചെയ്യാൻ. ഈ ബാക്കിയുള്ള എക്സ്പെൻസുകളെല്ലാം ഇങ്ങനെ അപ്പോർഷൻ ചെയ്യണം. കിട്ടിയോ? ഓക്കെ മാം. ഇനി നിങ്ങൾ ഇവിടെ ഈ ക്യാഷ് ബേസിലും അക്രൂവൽ ബേസിലും മറ്റൊരു ഡിഫറൻസ് നിങ്ങൾക്കറിയാം. നോർമൽ കേസിൽ അക്രൂവൽ ബേസിൽ ഒരു ലോസ് വരുവാണ് എങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക? അക്രൂവൽ ഒന്നും ചിന്തിക്കേണ്ട. നോർമലി ഒരു ലോസ് വരുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക? ട്രേഡ് ലോസ് വന്നാൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാറുള്ളത്? സെറ്റ് ഓഫ് ചെയ്യുന്നത് എങ്ങനെയാണ്? പറ. ടോട്ടൽ പ്രോഫിറ്റ്, ടോട്ടൽ ഇൻകം, നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ് എന്നുള്ള വേർഡ് കോർപ്പറേഷനിൽ. ഓക്കെ. കറന്റ് ഇയർ ടോട്ടൽ ഇൻകം, പിന്നെ പ്രീവിയസ് ഇയർ ടോട്ടൽ ഇൻകം, പിന്നെ ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ ട്രേഡ് പ്രോഫിറ്റ് ആയിട്ട്. ഓക്കെ. അതിലേക്ക് ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി കറന്റ് ഇയർ ടോട്ടൽ ഇൻകം, കറന്റ് ഇയർ ചാർജബിൾ ഗെയിൻ അല്ലെ, പ്രീവിയസ് ഇയർ ടോട്ടൽ ഇൻകം, പ്രീവിയസ് ഇയർ ചാർജബിൾ ഗെയിൻ, ദെൻ ഫ്യൂച്ചർ ട്രേഡ് പ്രോഫിറ്റ്, ഇങ്ങനെയല്ലേ? ഓക്കെ. അപ്പം അത് നമ്മൾ നോർമൽ വേയിൽ അങ്ങനെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. ബട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങളൊരു ക്യാഷ് ബേസിസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ട്രേഡർ, അക്രൂവൽ ബേസ് ഫോളോ ചെയ്യുന്ന ഒരു ട്രേഡർ അല്ല. നിങ്ങളൊരു ക്യാഷ് ബേസിസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ട്രേഡർ ആണെങ്കിൽ അതിൽ ഒരു ലോസ് വന്നെങ്കിൽ ആ ലോസ് നിങ്ങളുടെ ടോട്ടൽ ഇൻകം ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. ആ ലോസ് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിലെ
ഈ ക്യാഷ് ബേസിസ് വഴി കിട്ടുന്ന പ്രോഫിറ്റുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാവൂ. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നിങ്ങൾ ക്യാഷ് ബേസിസ് ഫോളോ ചെയ്യുന്ന ഒരു ട്രേഡർ ആണ്. നിങ്ങൾക്ക് ഒരു ട്രേഡ് ലോസ് വന്നെങ്കിൽ ആ ട്രേഡ് ലോസ് നിങ്ങളുടെ ടോട്ടൽ ഇൻകം ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. അതിന് പകരം നിങ്ങളുടെ ഫ്യൂച്ചറിലെ ആ സെയിം ക്യാഷ് ബേസിസ് വഴി നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാവൂ. ആ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കുക. ക്യാപിറ്റൽ അലവൻസിലും പ്രത്യേകം ഒന്നും പറയാനില്ല. നമ്മൾ നമ്മുടെ ബിസിനസ് പർപ്പസിന് വേണ്ടി എന്തെങ്കിലും അസറ്റ്സുകൾ പർച്ചേസ് ചെയ്തെങ്കിൽ നമുക്ക് നോർമൽ കേസിൽ ക്യാപിറ്റൽ അലവൻസ് എലിജിബിൾ ആണ്. നോർമലി എല്ലാ അസറ്റ്സുകൾക്കും നമുക്ക് ക്യാപിറ്റൽ അലവൻസ് എലിജിബിൾ ആണ്. ദെൻ ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കറിയാം നമ്മൾ നോർമൽ കേസിൽ പറയും മോട്ടോർ കാറിന് AIA എലിജിബിൾ അല്ല എന്ന് പറയാറുണ്ട്. ബട്ട് ഓർക്കുക, ലോറിക്കും വാനിനും AIA എലിജിബിൾ ആണ്. ലോറിയും വാനും CO2 എമിഷൻ നോക്കണ്ട, ഡയറക്ട്ലി മെയിൻ പൂൾ ഐറ്റം ആണ്, AIA എലിജിബിൾ ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ലാൻഡിന് ക്യാപിറ്റൽ അലവൻസ് കിട്ടില്ല. ബിൽഡിങ്സിനും സ്ട്രക്ചേഴ്സിനും ക്യാപിറ്റൽ അലവൻസ് അല്ല, SB അലവൻസ് ആണെന്നുള്ള കാര്യവും പ്രത്യേകം ഓർത്തിരിക്കും. ഇനി ഇതില് പ്ലാന്റ് എന്നുള്ളതിന്റെ എന്തൊക്കെയാണ് വരുന്നതെന്ന് ഞാൻ ജനറലി പറഞ്ഞു. അതിൽ ഓർക്കുക, നമ്മൾ നോർമൽ കേസിൽ മൂവബിൾ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ മൂവബിൾ ബിൽഡിങ്ങിന് നമ്മൾ നോർമൽ കേസിൽ SB അലവൻസ് എന്ന് പറഞ്ഞു. പക്ഷെ അതൊരു മൂവബിൾ ബിൽഡിംഗ് ആണെങ്കിൽ ദാറ്റ് മീൻസ് അത് എപ്പോഴും കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന്റെ ഒക്കെ പോയിന്റ് ഓഫ് വ്യൂ മൂവബിൾ ബിൽഡിംഗ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ മൂവബിൾ ബിൽഡിംഗ് ആണെങ്കിൽ അതിന് നമുക്ക് ക്യാപിറ്റൽ അലവൻസ് കിട്ടും എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫാൾസ് സീലിംഗ് അതായത് തടി കൊണ്ട് പാനൽ ചെയ്യുക. ഫാൾസ് സീലിംഗ് ഉദ്ദേശിക്കുന്ന തടി കൊണ്ട് പാനൽ ചെയ്യുന്നതിനാ, അതിന് നമുക്ക് ക്യാപിറ്റൽ അലവൻസ് എലിജിബിൾ അല്ല, നോട്ട് എലിജിബിൾ ഫോർ ക്യാപിറ്റൽ അലവൻസ്. ഫാൾസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് എലിജിബിൾ ഫോർ ക്യാപിറ്റൽ അലവൻസ്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ദെൻ മെയിൻ പൂൾ എക്സ്പെൻഡിച്ചർ നമുക്കറിയാം, നോർമൽ കേസിൽ നമ്മുടെ ഓൾ പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് കാർ CO2 എമിഷൻ ലെസ് ദാൻ 50 gram ആണെങ്കിൽ അത് മെയിൻ പൂൾ ആണ്. പെർസെൻറ്റേജ് 18% ആണ്. 12 മന്തിലേക്കാണ് 18%. P&L ഷോർട്ടോ ലോങ് ആണെങ്കിൽ അപ്പോർഷൻ ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ദെൻ സ്പെഷ്യൽ പൂളിൽ നോർമൽ കേസിൽ വരിക നമ്മൾ ഇന്റഗ്രൽ ഫീച്ചേഴ്സ് ഓഫ് ബിൽഡിംഗ്, ലൈറ്റിംഗ്, ഹീറ്റിംഗ്, ദെൻ അതുപോലെ തന്നെ സോളാർ പാനൽ, ഇതൊക്കെയാണ് നമ്മൾ നോർമൽ കേസിൽ ഇന്റഗ്രൽ ടു ബിൽഡിംഗ് വരിക. അതിനെല്ലാം നമുക്കറിയാം സ്പെഷ്യൽ പൂൾ എന്നുള്ള കാറ്റഗറിയിലാണ് വരിക. അതുപോലെ കാറിന്റെ CO2 എമിഷൻ മോർ ദാൻ 50 gram ആണെങ്കിൽ അതും ഏത് കാറ്റഗറിയിൽ വരും? സ്പെഷ്യൽ പൂൾ ആണ്. 6% ആണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കാം. ഇനി ലോങ് ലൈഫ് അസറ്റ്, ഞാൻ ജനറലി പറഞ്ഞു ലോങ് ലൈഫ് അസറ്റ് വരാൻ ചാൻസ് കുറവാണ് എന്ന് പറഞ്ഞിരുന്നു. ബട്ട് ഒരു കാര്യം കൂടെ ഓർക്കുക, അവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു നമ്മൾ ലോങ് ലൈഫ് അസറ്റിന്റെ ഡെഫിനിഷൻ പറയുന്നത് അസറ്റിന്റെ ലൈഫ് 20 years ലൈഫോ അല്ലെങ്കിൽ അസറ്റിന്റെ വാല്യൂ മോർ ദാൻ 100,000 ആണെങ്കിൽ അതിനെ ലോങ് ലൈഫ് അസറ്റ് ആക്കുക എന്നും സ്പെഷ്യൽ പൂൾ ആക്കുക എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരാനുള്ള ചാൻസുകൾ കുറവാണ്. അതായത് നിങ്ങളൊരു പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്തു, അതിന്റെ വാല്യൂ 400,000 എന്ന് പറഞ്ഞെന്ന് കരുതി അതിനെ കൊണ്ട് ഡയറക്ട്ലി ഏതിലേക്ക് ഇടരുതെന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു, സ്പെഷ്യൽ പൂളിലേക്ക് ഇടരുത്, അതിനെ മെയിൻ പൂൾ ആക്കിക്കോ എന്ന് പറഞ്ഞു. ബട്ട് ഒരു കാര്യം ഓർക്കുക, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ റിവിഷൻ കിറ്റിലാണോ സ്റ്റഡി ഹബിലാണോ ആരോ ഡൗട്ട് ചോദിച്ചത്. അപ്പം അതില് ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറഞ്ഞു, എന്നിട്ട് ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുക അത് ലോങ് ലൈഫ് അസറ്റ് ആയിട്ടാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അതിനെ നിങ്ങൾ എന്ത് തന്നെ ആക്കണം, ലോങ് ലൈഫ് അസറ്റ് സ്പെഷ്യൽ പൂൾ ആക്കണം. അല്ലാതെയാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ 400 ഒക്കെയാണ്, അപ്പൊ മോർ ദാൻ 100 അല്ലേ, അതുകൊണ്ട് അതൊരു ലോങ് ലൈഫ് അസറ്റ് എന്ന കരുതി സ്പെഷ്യൽ പൂൾ എടുക്കരുത്. നോർമലി പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറഞ്ഞാൽ മെയിൻ പൂളിൽ എടുക്കണം. ബട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് അത് ലോങ് ലൈഫ് അസറ്റ് ആണ് എന്ന് പറഞ്ഞെങ്കിൽ അതിന് സ്പെഷ്യൽ റേറ്റ് ആയിരിക്കും അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ദെൻ ആനുവൽ ഇൻവെസ്റ്റ്മെന്റ് അലവൻസ് AIA നമുക്കറിയാം 1 million ആണ്. നോർമലി 12 മന്തിലേക്ക് നിങ്ങളുടെ P&L പീരീഡ് ഷോർട്ടോ ലോങ്ങോ ആണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ AIA സ്പ്ലിറ്റ് ആകും എന്നുള്ള കാര്യം ഓർക്കുക. FIA നമുക്കറിയാം 0 CO2 എമിഷൻ ആണ്. 0 CO2 എമിഷൻ ആണെങ്കിൽ അതിനാണ് FIA കിട്ടുക. ന്യൂ കാർ ആയിരിക്കണം എന്ന കാര്യം ഓർക്കുക. സെക്കൻഡ് ഹാൻഡ് കാറിന് എലിജിബിൾ അല്ല എന്നുള്ള കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. മറ്റൊരു കാര്യം, നമ്മൾ ട്രേഡ് CC എന്ന ഇയറിൽ AIA FIA ഒന്നും എലിജിബിൾ ആയിരിക്കില്ല എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രേഡ് CC എന്ന ഇയറിൽ AIA FIA WD ഒന്നും ഉണ്ടാവില്ല. ഡയറക്ട്ലി മെയിൻ പൂൾ ഓർ സ്പെഷ്യൽ പൂളിലേക്ക് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യുന്നു. ദെൻ ബാലൻസ് പോസിറ്റീവ് ഫിഗർ എങ്കിൽ ബാലൻസിങ് അലവൻസ് എന്നും നെഗറ്റീവ് ഫിഗർ എങ്കിൽ ബാലൻസിങ് ചാർജ് എന്നും പറയും. ഇനി സ്മോൾ ബാലൻസ് പൂള് നമുക്കറിയാം നോർമൽ കേസിൽ MCQ ഒക്കെ ആയിട്ട് വരാറുണ്ട്. നിങ്ങളുടെ ടാക്സ് റിട്ടേൺ ഡൗൺ വാല്യൂ മൈനസ് ഡിസ്പോസൽ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന വാല്യൂ ലെസ് ദാൻ 1000 ആണെങ്കിൽ, WD യുടെ കേസിൽ അല്ല കേട്ടോ,
WDA കാൽക്കുലേറ്റ് ചെയ്ത് അത് ഡിഡക്ട് ചെയ്തതിന് ശേഷം അല്ല, ഡിസ്പോസൽ ഡിഡക്ട് ചെയ്തതിന് ശേഷം ലെസ് ദാൻ 1000 ആണെങ്കിൽ പ്രത്യേകം ഓർക്കുക, അതിനെ നമുക്ക് സ്മോൾ പൂൾ എന്നെഴുതി ഫുള്ളും ക്യാപിറ്റൽ അലവൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. 1000 എന്ന് പറയുന്ന ലിമിറ്റ് 12 മന്തിലേക്ക് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ലോങ് ഓർ ഷോർട്ട് എങ്കിൽ അതിനനുസരിച്ച് ഡിഫറൻസ് വരും. ദെൻ ബാലൻസിങ് ചാർജ് ആൻഡ് ബാലൻസിങ് അലവൻസ്. നമുക്കറിയാം ബാലൻസിങ് ചാർജ് എനി ടൈമിലും അറൈസ് ആകാം. നിങ്ങളുടെ മെയിൻ പൂളിന്റെയോ സ്പെഷ്യൽ പൂളിന്റെയോ ഓപ്പണിംഗ് വാല്യൂവിനേക്കാളും ഹൈ വാല്യൂവിലാണ് ഡിസ്പോസ് ചെയ്തതെങ്കിൽ എല്ലായ്പ്പോഴും ബാലൻസിങ് ചാർജ് വരാം. ബട്ട് ബാലൻസിങ് അലവൻസ് വരുന്നത് 3 കേസസ് ആണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ, നിങ്ങളുടെ ട്രേഡ് സീസ് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ മെയിൻ പൂളിലും സ്പെഷ്യൽ പൂളിലും ബാലൻസിങ് അലവൻസ് വരാം. സെക്കൻഡ് കേസ്, ഒരു ട്രേഡർ ബോത്ത് ബിസിനസ് ആൻഡ് പ്രൈവറ്റ് ഏതെങ്കിലും അസറ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്, സെപ്പറേറ്റ് ഹെഡ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഈ സെപ്പറേറ്റ് ഹെഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു അസറ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്താൽ അല്ലെങ്കിൽ സെയിൽ ചെയ്താൽ നമുക്ക് എങ്ങനെയായിരിക്കും? നോർമൽ കേസിൽ നമ്മൾ പോസിറ്റീവ് ഫിഗർ എങ്കിൽ അതിനെ നമ്മൾ ബാലൻസിങ് അലവൻസ് ആക്കും. ബാലൻസിങ് അലവൻസ് ആക്കും എന്ന് പറയുമ്പോഴും ഓർക്കുക, ക്യാപിറ്റൽ അലവൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ബിസിനസ് യൂസ് പ്രൊപ്പോർഷൻ ആയിരിക്കും എന്നുള്ള കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. ഇത് എപ്പോഴും കയറി വരുന്ന MCQലും പ്രൈവറ്റ് യൂസ് ഓഫ് ആൻ അസറ്റ്, ട്രേഡർ ഏതെങ്കിലും ഒരു അസറ്റ് ബോത്ത് ബിസിനസ് ആൻഡ് പ്രൈവറ്റ് യൂസ് ചെയ്യുന്നു, അത് സെയിൽ ചെയ്തു, ഒരു ബാലൻസിങ് അലവൻസ് വന്നു. ബാലൻസിങ് അലവൻസിന്റെ ബിസിനസ് യൂസ് പ്രൊപ്പോർഷൻ ആയിരിക്കും ക്യാപിറ്റൽ അലവൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ നമ്മൾ 2 കേസ് പറഞ്ഞു, ബാലൻസിങ് അലവൻസ്. ആൻഡ് ദ തേർഡ് കേസ്, ഷോർട്ട് ലൈഫ് അസറ്റ് വിത്തിൻ 8th ഇയറിനുള്ളിൽ സെയിൽ ചെയ്താൽ നമുക്ക് നോർമൽ കേസിൽ എന്ത് വരാം? പോസിറ്റീവ് ഫിഗർ എങ്കിൽ ബാലൻസിങ് അലവൻസ് വരാം. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മൾ ഒരു അസറ്റിനെ കാണുമ്പോൾ അത് ഷോർട്ട് ലൈഫ് അസറ്റ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് ഷോർട്ട് ലൈഫ് അസറ്റ് എന്ന് പറയണം, അല്ല എങ്കിൽ അതിന്റെ ലൈഫ് ലെസ് ദാൻ 5 ഇയർ എന്ന് പറയണം. അനദർ കേസ് എന്ന് പറയുന്നത് ആ അസറ്റ് ഇലക്ഷൻ ഓർ ഡീപ് പൂൾ ഇലക്ഷന് എലിജിബിൾ ആയിട്ടുള്ള അസറ്റ് ആണ്. ഇലക്ഷൻ ഓർ ഡീപ് പൂൾ ഇലക്ഷന് എലിജിബിൾ ആയിട്ടുള്ള അസറ്റ് ആണെന്നും പറയണം. സോ ഇങ്ങനെയാണെങ്കിൽ അത് എന്തായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും? ഷോർട്ട് ലൈഫ് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചേക്കാം. SB അലവൻസ് നമുക്കറിയാം, നോർമൽ കേസിൽ 3% ആണ് SB അലവൻസ്. ലാൻഡിന് എലിജിബിൾ അല്ല, ബട്ട് ബിൽഡിങ്ങിനും സ്ട്രക്ചേഴ്സിനും SB അലവൻസ് കിട്ടും. 3% ഡയറക്ട്ലി നമുക്കറിയാം കൺസ്ട്രക്ഷൻ ആഫ്റ്റർ 6 April 2020 ശേഷമുള്ള കൺസ്ട്രക്ഷനെ SB അലവൻസ് എലിജിബിൾ ഉള്ളൂ. ലെവലിംഗ് കോസ്റ്റിന് SB അലവൻസ് എലിജിബിൾ ആണ്. ദെൻ അതുപോലെ തന്നെ നമ്മൾ റിനോവേഷനോ കാര്യങ്ങളോ നടത്തിയാൽ SB അലവൻസ് എലിജിബിൾ ആണ് എന്നുള്ള കാര്യം. ലാൻഡിന് കിട്ടില്ല എന്ന് ഓർക്കുക. ഈ SB അലവൻസിൽ ടൈം അപ്പോർഷൻ വരാം. എവിടെ തൊട്ട്? SB അലവൻസിന് എലിജിബിൾ ആയിട്ടുള്ള അസറ്റ് യൂസ് ഡേറ്റ് ടു നിങ്ങളുടെ P&L പീരീഡ്. ഇനി അതേസമയം നിങ്ങൾ ഒരു പ്രോപ്പർട്ടി ലെറ്റ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ നിങ്ങളുടെ ലെറ്റിംഗ് ഡേറ്റ് ടു നിങ്ങളുടെ ടാക്സി റെന്റിങ്. ഇനി അതല്ല ഒരു കമ്പനിയാണ് പ്രോപ്പർട്ടി ലെറ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾ യൂസ് ഡേറ്റ് ഓർ ലെറ്റിംഗ് ഡേറ്റ് ടു കമ്പനിയുടെ അക്കൗണ്ടിങ് പീരീഡ്. അങ്ങനെയായിരിക്കും നമ്മൾ SB അലവൻസ് കൗണ്ട് ചെയ്യുക എന്നുള്ളത് ഓർക്കുക. SB അലവൻസ് നമുക്കറിയാം ടൈം അപ്പോർഷൻ ഉണ്ട്, ബട്ട് ക്യാപിറ്റൽ അലവൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ അസറ്റ് പർച്ചേസ് ഡേറ്റിന് ഇമ്പോർട്ടൻസ് ഇല്ല. ആകെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത് കമ്പനിയുടെ അക്കൗണ്ടിങ് പീരീഡിന് മാത്രം, അല്ലെങ്കിൽ P&L പീരീഡിന് മാത്രം. അത് ലോങ് ഓർ ഷോർട്ട് എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂ മാത്രമേ ടൈം അപ്പോർഷൻ ഉള്ളൂ. ക്യാപിറ്റൽ അലവൻസിൽ എന്തെങ്കിലും ക്യാപിറ്റൽ അലവൻസിൽ 1-2 കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കാനുള്ളത്. അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് പർച്ചേസ് കോസ്റ്റും ഒറിജിനൽ കോസ്റ്റും തരാം. അതായത് നിങ്ങളുടെ ബിസിനസ്സിലെ ഉള്ള ആ അസറ്റിന്റെ ഒറിജിനൽ കോസ്റ്റ് ഇന്നതാണ്, പർച്ചേസ് കോസ്റ്റ് ഇന്നതാണ്. നിങ്ങൾക്ക് പർച്ചേസ് കോസ്റ്റിന്മേൽ SB അലവൻസ് കിട്ടുക. ഒറിജിനൽ കോസ്റ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടില്ല, അത് ഇർറിലവന്റ് ആണ്. അതിന്മേലല്ല SB അലവൻസ് കിട്ടുക. പർച്ചേസ് കോസ്റ്റ് എമൗണ്ടിന്മേലായിരിക്കും SB അലവൻസ് കിട്ടുക. നോട്ട് ചെയ്ത് വെച്ചോളുക. പർച്ചേസ് കോസ്റ്റും ഒറിജിനൽ കോസ്റ്റും. അതിൽ പർച്ചേസ് കോസ്റ്റ് എമൗണ്ടിന്മേലാണ് SB അലവൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഒറിജിനൽ കോസ്റ്റിന്മേലല്ല SB അലവൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പ്രീ ട്രേഡിംഗ് എക്സ്പെൻഡിച്ചർ നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മൾ എന്തെങ്കിലും അസറ്റ്സുകൾ പർച്ചേസ് ചെയ്തെങ്കിൽ ആ അസറ്റ്സിനും നമുക്ക് ക്യാപിറ്റൽ അലവൻസ് എലിജിബിൾ ആണ്. ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ബാക്കിലേക്ക് 7 ഇയറിനുള്ളിൽ പ്രീ ട്രേഡിംഗ് എക്സ്പെൻഡിച്ചർ എലിജിബിൾ ആണ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ നമ്മുടെ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും അസറ്റ്സുകൾ പർച്ചേസ് ചെയ്തെങ്കിൽ ആ അസറ്റിന്മേൽ നമ്മൾ ആദ്യമായി പ്രിപ്പയർ ചെയ്യുന്ന P&L ക്യാപിറ്റൽ അലവൻസ് കിട്ടും.
ബട്ട് ഓർക്കുക ട്രേഡ് സ്റ്റാർട്ട് പർച്ചേസ് കോസ്റ്റിന്മേലല്ല, ട്രേഡ് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റിൽ ഈ അസറ്റിന്റെ മാർക്കറ്റ് വാല്യൂ ഏതാണോ, ഈ അസറ്റിന്റെ മാർക്കറ്റ് വാല്യൂ ഏതാണോ ആ എമൗണ്ടിന്മേലായിരിക്കും നമുക്ക് ക്യാപിറ്റൽ അലവൻസ് ക്ലെയിം ചെയ്യാവുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറയും നിങ്ങളൊരു 1,20,000 ഒരു അസറ്റ് പർച്ചേസ് ചെയ്തു ഇൻക്ലൂസീവ് ഓഫ് വാറ്റ്, 1,20,000 അസറ്റ് പർച്ചേസ് ചെയ്തു ഇൻക്ലൂസീവ് ഓഫ് വാറ്റ് എന്ന് പറയും. ഇൻക്ലൂസീവ് ആണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക വാറ്റ് ഫിഗറിന് നിങ്ങൾക്ക് ക്യാപിറ്റൽ അലവൻസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ 1,20,000 ഡിവൈഡ് ബൈ 120 into 100, അതായത് വേറെ ഒന്നുമില്ല, എമൗണ്ട് ഡിവൈഡഡ് ബൈ 120 into 100. വാറ്റിന് നിങ്ങൾക്ക് എന്ത് കിട്ടത്തില്ല, ക്യാപിറ്റൽ അലവൻസ് കിട്ടത്തില്ല. അത്ര മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. അതായത് നീ നിന്റെ ബിസിനസ്സിലേക്ക് ഒരു അസറ്റ് പർച്ചേസ് ചെയ്തു. ക്വസ്റ്റ്യനിൽ അവർ പറയുക നീ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്തു, അതിന്റെ വാല്യൂ 2,40,000 ആണ്. ഇത് ഇൻക്ലൂസീവ് ഓഫ് വാറ്റ് ആണ്, വാറ്റും കൂടെ കൂടിയ ഫിഗർ ആണ് ഈ 2,40,000. നീ അറിഞ്ഞിരിക്കേണ്ടത് വാറ്റ് എമൗണ്ടിന് നിനക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, ക്യാപിറ്റൽ അലവൻസ് അല്ലെങ്കിൽ AIA ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പൊ വാറ്റ് ഇല്ലാത്ത എക്സ്ക്ലൂസീവ് ഫിഗർ കണ്ടുപിടിക്കണ്ടേ? എക്സ്ക്ലൂസീവ് ഫിഗർ കണ്ടുപിടിക്കുന്നത് തന്നിരിക്കുന്ന ഇൻക്ലൂസീവ് ഫിഗർ ഡിവൈഡഡ് ബൈ 120 into 100 ചെയ്തോളാൻ. മനസ്സിലായോ? എമൗണ്ട് ഡിവൈഡഡ് ബൈ 120 കിട്ടിയോ? 20 പകരം 100 അല്ലേ? എടാ 20 നമ്മൾ എടുക്കുന്ന എന്തിനാ, വാറ്റ് കണ്ടുപിടിക്കാൻ അല്ലേ? ഇത് വാറ്റിന് വേണ്ട, ബാലൻസിനെ കിട്ടത്തുള്ളൂ. വാറ്റിന് കിട്ടിയില്ലാത്തതുകൊണ്ട് ആക്ച്വലി ഇതിന്റെ കോസ്റ്റ് ഇതല്ലേ 100. നമ്മൾ ശരിക്കും കോസ്റ്റ് പ്ലസ് വാറ്റ് എന്ന് പറയുന്നതല്ലേ ശരിക്കും 120, 100 plus 20 അല്ലേ? മാം SBIയില് ക്ലോ ബാക്ക് എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്യുന്നത്? ക്ലൗഡ് ബാക്ക് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നീ ഏതെങ്കിലും ഒരു അസറ്റ് പർച്ചേസ് ചെയ്തു, SBI അലവൻസ് ക്ലെയിം ചെയ്തു. ഈ SBI അലവൻസ് ശരിക്കും നമ്മൾ ഒരു 3 ഇയറിലെ SBI അലവൻസ് ക്ലെയിം ചെയ്തിട്ട് നീ അത് സെയിൽ ചെയ്തെന്ന് ഓർത്തു. നീ അത് സെയിൽ ചെയ്യുവാണെങ്കിൽ ആ സെയിൽ ചെയ്ത് കിട്ടിയ സെയിൽസ് പ്രൊസീഡ്സിൽ, ആ സെയിൽസ് പ്രൊസീഡ്സിന്റെ കൂടെ ഇതുവരെ നീ 3 ഇയറിലെ SBI അലവൻസ് ക്ലെയിം ചെയ്തെങ്കിൽ അതിന്റെ കൂടെ ഈ SBI അലവൻസും കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് ലെസ് കോസ്റ്റ്. ഇങ്ങനെയാണ് നീ CGTയിൽ ചാർജബിൾ ഗെയിൻ കണ്ടുപിടിക്കുന്നത്. SBI അലവൻസിന് എലിജിബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് നീ സെയിൽ ചെയ്തെങ്കിൽ, അതായത് ക്ലൗഡ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ മേടിച്ചു വെച്ചിരിക്കുന്ന SBI അലവൻസ് എല്ലാം തിരിച്ചു കൊടുക്കണം, ടാക്സ് അതോറിറ്റിക്ക് തിരിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് അതിന്റെ ന്യൂമറിക്കൽ കാൽക്കുലേഷൻ അങ്ങനെ കണ്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. എത്തിക്സുകാർക്കാണ് ന്യൂമറിക്കൽ അതിന്റെ കയറി വന്ന് കണ്ടിരിക്കണേ. നിങ്ങൾക്ക് ജസ്റ്റ് തിയറി പോലെ അറിഞ്ഞിരുന്നാൽ മതി. നീ ഇപ്പം 3 ഇയർ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. എത്ര ഇയർ ആണോ SBI അലവൻസ് ക്ലെയിം ചെയ്ത് ആ എമൗണ്ട് ഡയറക്ട്ലി ഈ അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ ആ സെയിൽ വാല്യൂവിന്റെ കൂടെ ആഡ് ചെയ്യാം. സെയിൽസ് പ്ലസ് SBI, അതിൽ നിന്നും കോസ്റ്റ് ഡിഡക്ട് ചെയ്യാം. ബാലൻസ് എമൗണ്ട് ആണ് ചാർജബിൾ ഗെയിൻ ആയിട്ട് എടുക്കണം. അപ്പൊ ക്ലൗഡ് ബാക്ക് ആയല്ലോ, തിരിച്ചു കൊടുക്കുമല്ലേ? അതെന്താ മാം, അതേത് സിറ്റുവേഷനാ ക്ലൗഡ് ബാക്ക്? അതാ പറഞ്ഞ SBI അലവൻസിന് എലിജിബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് സെയിൽ ചെയ്താൽ കേട്ടിട്ടില്ലല്ലോ. ഏത് SBIയുടെ റെക്കോർഡിംഗിൽ ഇല്ലേ? അല്ല, ഇങ്ങനെ ഒരു കാര്യം SBIയുടെ റെക്കോർഡിംഗിൽ ഇല്ലേ? അല്ല, SBI അലവൻസ് കണ്ടുപിടിക്കാനല്ലേ സാറിന് ചോദിക്കാറുള്ളൂ. അതാ പറഞ്ഞേ, മറ്റത് നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് തിരിച്ചു. എടാ ഈ ക്വസ്റ്റൻ ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തല്ലേ, ഇത് ഞാൻ കാണിച്ചു തന്ന പ്രോബ്ലം ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം ക്വസ്റ്റൻ ഏതാന്ന്. ക്വസ്റ്റൻ ഒക്കെ നമ്മൾ അങ്ങനെ ചോദിക്കുന്നില്ലെങ്കിൽ പിന്നെ നോക്കണ്ടല്ലോ. ചോദിച്ചിട്ടില്ല, ബട്ട് ചോദിച്ചാൽ ഞാൻ പഠിപ്പിച്ചില്ലെന്ന് പറയരുത്. അതുകൊണ്ട് ഞാൻ ഓൾറെഡി നിങ്ങളെ ക്ലാസ്സിൽ നിങ്ങളുടെ ബാക്കിലെ ക്വസ്റ്റ്യൻസിൽ ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ ചെയ്യിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തിട്ടുണ്ട് സാമ്പിളിന്. ചോദിച്ചാൽ പിന്നെ പഠിപ്പിച്ചില്ല എന്ന് പറയരുത്. എന്റെ സൈഡ് സേഫ് ആക്കേണ്ടതുകൊണ്ട് ഞാൻ ഓൾറെഡി നിങ്ങളെ ക്ലാസ്സിൽ ചെയ്യിച്ചു. ഇതുണ്ടോ ഈ ക്വസ്റ്റ്യൻ? നിങ്ങൾ SBIയുടെ റെക്കോർഡിംഗ് നോക്കിയാലും അറിയാം. അതിൽ SBIയുടെ തന്നെ ഉള്ളതിൽ ഈ ക്വസ്റ്റ്യൻ നമ്പർ 13 പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഈ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഒരു സെയിൽ നടന്നിട്ടുണ്ടായിരുന്നു. സെയിൽ നടന്നു 500,000 സെയിൽ നടന്നത്. ദെൻ അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ 4,70,000
അപ്പൊ അവിടെ നിങ്ങൾക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണ് 6300 ആയിരുന്നു എന്ന് തോന്നുന്നു. ക്വസ്റ്റ് നമ്പർ 11ഉം 13ഉം കണക്റ്റഡാ. അതിൽ 6300 ആയിരുന്നു എന്ന് തോന്നുന്നു SBA. സോ മാം അതിലെ ക്വസ്റ്റ്യൻ നമ്പർ 12 മാം ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തിട്ടുണ്ടായിരുന്നോ? മാം അത് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ. ഇല്ലെങ്കിൽ പറഞ്ഞുതരാം, കുഴപ്പമില്ല, അത് സിമ്പിളാ, വേറെ ഒന്നുമില്ല. ഓക്കെ, സോ 500,000 പ്ലസ് 6300, ഇതിൽ നിന്ന് നമ്മൾ 4,70,000 കോസ്റ്റ് ഡിഡക്ട് ചെയ്ത് ബാലൻസ് ചാർജ് കിട്ടി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇത് ചെയ്തിരുന്നല്ലേ? 13 ചെയ്തിട്ടുണ്ട്. 11ഉം 13ഉം കണക്റ്റഡ് ആണ്. ഓക്കെ, 12 ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതായത് നീ നേരത്തെ പർച്ചേസ് ചെയ്ത ഒരു വെയർ ഹൗസിൽ ഇപ്പോൾ, അതായത് 2011 പർച്ചേസ് ചെയ്തതായിരുന്നു, ഇപ്പോൾ അവിടെ ഒരു റിനോവേഷൻ നടത്തിയെന്ന്. റിനോവേഷൻ നടത്തിയത് 1 ജാനുവരി, റിനോവേഷൻ നടത്തിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത് January 24 നിന്റെ കമ്പനിയുടെ P&L പീരീഡ് മാർച്ചുവാ. അപ്പൊ യൂസ് ഡേറ്റ് ടു P&L പീരീഡ് January, February, March 3 മന്തിന്റെ. സോ ഓൾറെഡി കോസ്റ്റ്, റിനോവേഷൻ കോസ്റ്റ് 82 into 3% into 3/12 ഇത്രേ ഉള്ളൂ. ഇതാണ് SBയുടെ എമൗണ്ട്. റോജിനെ ജസ്റ്റ് SBI ക്ലൗഡ് ബാക്ക് എന്നുള്ള പോയിന്റ് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഇപ്പൊ അവരെങ്ങനെ ചോദിക്കാന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. Okay, ma'am. 6300 എങ്ങനെ വന്നേ? എന്താടാ കേട്ടില്ല? 6300 വന്നത് ഇത് ഞാൻ ആക്ച്വലി ചെയ്ത് നോക്കിയതല്ല. ക്വസ്റ്റ് നമ്പർ 11ന്റെ ആൻസർ 6300 ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അത് 3600 ആയിരുന്നു എന്ന് ഞാൻ മറന്നുപോയി. അത് ഞാൻ ചെയ്തിട്ട് പറഞ്ഞല്ല, ഇപ്പൊ വേണം ചെയ്തിട്ട് പറഞ്ഞേക്കാം. ഇനിയിപ്പോ അത് അവിടെ തെറ്റിച്ച് പറഞ്ഞൊന്നും വേണ്ട. 4,70,000 ആയിരുന്നു അവിടുത്തെ ടോട്ടൽ ഫാക്ടറിയുടെ കോസ്റ്റ്, ഇൻക്ലൂഡിങ് ലാൻഡ് ആണ്. ഇൻക്ലൂഡിങ് ലാൻഡിന് നമുക്ക് ഓൾറെഡി കിട്ടില്ല, സോ അത് ഡിഡക്ട് ചെയ്തു. സോ 3,60,000 ആണ്. സോ 3,60,000 into 3% into അവിടെ ജൂലൈയിലായിരുന്നു, ജൂലൈ 23 കമ്പനി പർച്ചേസ് ചെയ്ത് എന്നിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത് സെപ്റ്റംബറിലായിരുന്നു. സോ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 7 മന്ത്. 6,300 തന്നെയാ. ഞാൻ എൻ്റെ ഒരു ഓർമ്മ ചെയ്ത. ദെൻ കമ്പനിയിലേക്ക് വരുമ്പോ കോർപ്പറേഷൻ ടാക്സ് നമുക്കറിയാം, നോർമൽ കേസിലെ എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അക്കൗണ്ടിംഗ് പീരീഡ് MCQ ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പീരീഡ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത് 12 മന്തിലും എബോവ് ആകാം, മോർ ദാൻ 12 മന്ത് ആകാം, ഓർ ലെസ് ദാൻ 12 മന്ത് ആകാം, എങ്ങനെയും ആകാം. ബട്ട് നമ്മുടെ അക്കൗണ്ടിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മോർ ദാൻ 12 മന്ത് ആകാൻ പാടില്ല. പീരീഡ് ഓഫ് അക്കൗണ്ട് ലോങ് ആണെങ്കിൽ ഫസ്റ്റ് 12 മന്ത് ആൻഡ് റിമൈനിങ് മന്ത് എന്ന് അപ്പോർഷൻ ചെയ്യണം. ആ ഒരു കാര്യം മറക്കരുത്. നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഫൈനാൻഷ്യൽ ഇയർ 23 ആണ്. ഫൈനാൻഷ്യൽ ഇയർ 23 സ്റ്റാർട്ട് ചെയ്യുക 1 April 23 to 31 March 24 ആണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ടാക്സ് റെസിഡൻസ് ഓഫ് എ കമ്പനി, അതായത് UK റെസിഡൻസ് സ്റ്റാറ്റസിന്റെ റൂള് കണ്ടീഷൻ അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ സെക്ഷൻ സിയിൽ ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ UK, ഇൻകോർപ്പറേറ്റഡ് എൽസ്വെയർ, ബട്ട് ഇറ്റ് ഈസ് സെൻട്രലി മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ ഇൻ ദ UK. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ദെൻ അതുപോലെ തന്നെ നിങ്ങളുടെ ഫോർമാറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. QCD എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ക്വാളിഫയിങ് ചാരിറ്റബിൾ ഡൊണേഷൻ. നമ്മുടെ ചാർജബിൾ ഗെയിൻ, കമ്പനിയിൽ ചാർജബിൾ ഗെയിൻ ഡയറക്ട്ലി സെയിൽസ് പ്രൊസീസ് മൈനസ് കോസ്റ്റ് ഗെയിൻ മെയിൻ ഫോർമാറ്റിലേക്ക് എടുക്കത്തേ ഉള്ളൂ. ബട്ട് ഇൻഡിവിജ്വൽ ആണ് നമ്മൾ CGT ലയബിലിറ്റി കണ്ടുപിടിക്കുക. കമ്പനിയിൽ നമ്മൾ CGT ലയബിലിറ്റി ഇല്ല, ഡയറക്ട്ലി ചാർജബിൾ ഗെയിൻ എടുക്കും. ഇൻഡിവിജ്വലിൽ AE ഉണ്ട്, കമ്പനിയിൽ AE ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ദെൻ അതുപോലെ തന്നെ നമുക്ക് ഒരു ഡിവിഡൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നോർമൽ കേസിൽ എക്സംപ്റ്റ് ആണ്, കമ്പനി ടാക്സ് കൊടുക്കണ്ട. നമുക്കറിയാം ചാരിറ്റിനെ നമ്മൾ മെയിൻലി 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ലോക്കൽ ചാരിറ്റി ആൻഡ് നാഷണൽ ചാരിറ്റി. ലോക്കൽ ചാരിറ്റി ആണെങ്കിൽ നമുക്ക് നോർമൽ കേസിൽ നമ്മുടെ P&L നിന്ന് ഡിഡക്ഷൻ അലൗഡ് ആണ്. നാഷണൽ ചാരിറ്റി എന്ന് പറഞ്ഞ P&L ഡിഡക്ട് ചെയ്താൽ നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം, ഡിഡക്ട് ചെയ്യാൻ പാടില്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. നാഷണൽ ചാരിറ്റി അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞില്ല, ജസ്റ്റ് ചാരിറ്റി എന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ മീനിങ് അത് നാഷണൽ ചാരിറ്റി അല്ലെങ്കിൽ QCD ആണ്.
അത് ടോട്ടൽ പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്ട് ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കറിയാം ഈ വർഷം തൊട്ട്, അതായത് കഴിഞ്ഞ സെക്ഷൻ തൊട്ട് കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റിയുടെ കാൽക്കുലേഷനിൽ എൻറ്റയർലി ഡിഫറൻസ് ആണ്. അതിനാൽ തന്നെ കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ടേഷൻ ഒക്കെ കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ വരെ, ഫൈനാൻഷ്യൽ ഇയർ 22 വരെ നമുക്കറിയാം നോർമലി ഒറ്റയടിക്ക് 19% എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇപ്പോഴത്തെ കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റിയുടെ റേറ്റ്സുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ഓഗ്മെന്റഡ് പ്രോഫിറ്റ് ഇൻ ബിറ്റ്വീൻ 50,000 to 2,50,000 ആണെങ്കിൽ 25%, ലെസ് ദാൻ 50 ആണെങ്കിൽ 19% എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ മാർജിൻ റിലീഫ് ആണെന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. ഓഗ്മെന്റഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ TTP പ്ലസ് ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം നോൺ അസോസിയേറ്റ് കമ്പനി എന്നുള്ള കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി അസോസിയേറ്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കേസിൽ ഒരു കമ്പനിയുടെ ഹോൾഡിംഗ് മോർ ദാൻ 50% ആണെങ്കിൽ അവരെയാണ് നമ്മൾ അസോസിയേറ്റ് കമ്പനി എന്ന് പറയുക. ദെൻ അതുപോലെ തന്നെ അസോസിയേറ്റ് കമ്പനി നമുക്കറിയാം ഇവിടെ ഓഗ്മെന്റഡ് പ്രോഫിറ്റിന്റെ ലിമിറ്റ് 2,50,000 എന്നും 50,000 എന്നൊക്കെ ലിമിറ്റ് നമ്മൾ പറഞ്ഞു. ഈ ഒരു ലിമിറ്റ് നിങ്ങളുടെ അക്കൗണ്ടിങ് പീരീഡിന്റെ പോയിന്റ് ഓഫ് വ്യൂ, അക്കൗണ്ടിങ് പീരീഡ് ഷോർട്ട് എങ്കിൽ അതനുസരിച്ച് ഈ ലിമിറ്റ് റെഡ്യൂസ് ആകും. അതുപോലെ നമ്പർ ഓഫ് അസോസിയേറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലും ഈ ലിമിറ്റ് റെഡ്യൂസ് ആകും എന്നുള്ള കാര്യം ഓർക്കുക. ഈ നമ്പർ ഓഫ് അസോസിയേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓവർസീസ് കമ്പനീനെ നമ്പർ ഓഫ് അസോസിയേറ്റ് ആയിട്ട് എടുക്കും. ബട്ട് ഡോർമെന്റ് കമ്പനീനെ എടുക്കാൻ പാടില്ല. ഡോർമെന്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് നമ്മൾ സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്നൊക്കെ പറയുന്ന പോലെയാണ് ഡോർമെന്റ് കമ്പനി. ഈ വർഷം പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും നടത്താത്ത ഒരു കമ്പനിയാണ്. ആ കമ്പനീനെ നമ്മൾ അസോസിയേറ്റ് കമ്പനി ആയിട്ട് കൗണ്ട് ചെയ്യില്ല. നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഈ വർഷം ഏതെങ്കിലും ഒരു കമ്പനി ജോയിൻ ചെയ്തെങ്കിൽ അല്ലെങ്കിൽ ലീവ് ചെയ്തെങ്കിൽ ആ രണ്ട് സിറ്റുവേഷനിലും നമ്മൾ ഈ വർഷം അവരെ കൗണ്ട് ചെയ്യും. അത് പ്രത്യേകം ഓർക്കുക. ഒരു ഇൻഡിവിജ്വൽ രണ്ട് കമ്പനീനെ അക്യൂർ, അതിന്റെ എക്സാമ്പിൾ ഓർത്തിരുന്നോണം. ഒരു ഇൻഡിവിജ്വൽ രണ്ട് കമ്പനീനെ അക്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും നമ്പർ ഓഫ് അസോസിയേറ്റ് ആയിട്ട് കൗണ്ട് ചെയ്യും എന്നുള്ള കാര്യവും പ്രത്യേകം ഓർത്തിരിക്കാം. നമ്പർ ഓഫ് അസോസിയേറ്റ് ഒരു ഇൻഡിവിജ്വൽ അക്യൂർ ചെയ്താലും ഒരു കമ്പനി മറ്റു കമ്പനീനെ അക്യൂർ ചെയ്താലും നമ്പർ ഓഫ് അസോസിയേറ്റ് കൗണ്ട് ചെയ്യും എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരുന്നോണം. ദെൻ നമ്മൾ ലിമിറ്റുകൾ റെഡ്യൂസ് ചെയ്തു. മാർജിൻ റിലീഫ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ദാറ്റ് മീൻസ് ഇഫ് ഓഗ്മെന്റഡ് പ്രോഫിറ്റ് ഇൻ ബിറ്റ്വീൻ 50,000 to 2,50,000 ആണെങ്കിൽ നമ്മൾ മാർജിൻ റിലീഫ് കാൽക്കുലേറ്റ് ചെയ്യണം. മാർജിൻ റിലീഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പർ ലിമിറ്റ് മൈനസ് ഓഗ്മെന്റഡ് പ്രോഫിറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഫ്രാക്ഷൻ, ദാറ്റ് മീൻസ് 3/200 ഇൻറ്റു ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റ് മൈനസ് ഓഗ്മെന്റഡ് പ്രോഫിറ്റ്. അത് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കാം? മാർജിൻ റിലീഫ് ഡിഡക്ട് ചെയ്യുക. ബാലൻസ് ആയിരിക്കും നമ്മുടെ കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി. ദെൻ ടാക്സബിൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആക്ച്വലി നമ്മൾ ഇൻഡിവിജ്വൽ എല്ലാം കമ്പയർ ചെയ്ത് പോയി. പ്രൈവറ്റ് ആൻഡ് ബിസിനസ് എന്നുള്ള ഒരു അപ്പോർഷൻ ഇല്ല എന്നുള്ളതാണ് മെയിൻ ഡിഫറൻസ് ഇൻഡിവിജ്വലും കമ്പനി ആയിട്ടുള്ളത്. ക്യാപിറ്റൽ അലവൻസിന്റെ പ്രിപ്പറേഷനിലേക്ക് വരുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഒരു അസറ്റ് പർച്ചേസ് ചെയ്തെങ്കിൽ നമ്മൾ നോർമൽ കേസിൽ ഒരു ബോത്ത് ബിസിനസ് ആൻഡ് പ്രൈവറ്റ് എങ്കിൽ സോൾ ട്രേഡർ എങ്കിൽ സെപ്പറേറ്റ് ഹെഡ് ക്രിയേറ്റ് ചെയ്യണം. കമ്പനി ഒരു ഡയറക്ടർ ഏതെങ്കിലും ഒരു അസറ്റ് ബോത്ത് ബിസിനസ് ആൻഡ് പ്രൈവറ്റ് യൂസ് ചെയ്താൽ സെപ്പറേറ്റ് ഹെഡ് വേണ്ട. അതാണ് മെയിൻ ഡിഫറൻസുകൾ. ദെൻ ഇൻട്രസ്റ്റ് ഇൻകത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂല് എനി ഇൻട്രസ്റ്റ് റിസീവബിൾ നമുക്കറിയാം നോർമൽ കേസിൽ നമ്മൾ അത് ഇൻകം ആയിട്ടായിരിക്കും. എനി ഇൻട്രസ്റ്റ് റിസീവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ നോൺ ട്രേഡ് പർപ്പസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇൻകം ആയിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ P&L കാണിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഇൻകമായി കാണിച്ചെങ്കിൽ അത് നമ്മൾ ട്രേഡിംഗ് ഇൻകത്തിൽ നിന്ന് ഡിഡക്ട് ചെയ്യണം. നമ്മുടെ കമ്പനിയുടെ ഇൻകം ആണ്, അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഇൻകത്തിലേക്ക് ആഡ് ചെയ്യുക. ഇൻട്രസ്റ്റ് റിസീവബിൾ എപ്പോഴും നമ്മൾ അസ്യൂം ചെയ്യുക ദാറ്റ് ഇസ് എ നോൺ ട്രേഡ്. നോൺ ട്രേഡ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ നോർമൽ കേസിൽ ഡിഡക്ട് ചെയ്യണം. ഡിഡക്ട് ചെയ്തിട്ട് ഇൻട്രസ്റ്റ് ഇൻകം എന്നുള്ള ഹെഡിൽ ആഡ് ചെയ്യുക. ദെൻ ഇനി ഇൻട്രസ്റ്റ് പേയബിൾ. ഇൻട്രസ്റ്റ് പേയബിൾ എന്ന് പറയുമ്പോൾ റിലേറ്റിംഗ് ടു ട്രേഡ് ആകാം, നോൺ ട്രേഡ് ആകാം. റിലേറ്റിംഗ് ടു ട്രേഡ് ആണെങ്കിൽ നമുക്കറിയാം നിങ്ങളുടെ ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റ് ഡിഡക്ട് ചെയ്യാം. അവർ ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റ് 0. അതേസമയം റിലേറ്റിംഗ് ടു നോൺ ട്രേഡ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ P&L നോർമലി ഡിഡക്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് P&L ഓർ ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റിൽ ആഡ് ബാക്ക് ചെയ്യുക. ബട്ട് കമ്പനിയുടെ എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് നമ്മൾ ഒരു പുതിയ ഹെഡ് ക്രിയേറ്റ് ചെയ്തു ഇൻട്രസ്റ്റ് ഇൻകം. ആ ഹെഡിൽ പോയി ഡിഡക്ട് ചെയ്യുക, അത് മറക്കരുത്. അത് നോർമൽ കേസിൽ വരുന്നത് നമുക്കറിയാം. നിങ്ങളുടെ കമ്പനി ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ ഒരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ലോണിന്റെ ഇൻട്രസ്റ്റ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഇൻകത്തിൽ നിന്ന് വേണം ഡിഡക്ട് ചെയ്യാൻ. അതേസമയം ഒരു ഇൻഡിവിജ്വൽ ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഡിഡക്ട് ചെയ്യാം. ഒരു ഇൻഡിവിജ്വൽ ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ ലോൺ എടുത്താൽ
ഉറങ്ങുവാണ് എല്ലാവരും ഇരുന്ന്. മാം ഒന്നുകൂടെ പറയോ? ഒരു ഇൻഡിവിജ്വല് പ്രോപ്പർട്ടി ലെറ്റിംഗ് റൺ ചെയ്യുന്ന ആള് ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ വേണ്ടി ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ലോണിന്റെ ഇൻട്രസ്റ്റ് എവിടുന്ന് ഡിഡക്ട് ചെയ്യും? കേട്ട് പരിചയം പോലും ഇല്ലാതെ ഇരിക്കണം. ടാക്സ് ലയബിലിറ്റി കഴിഞ്ഞിട്ട് ടാക്സ് ലയബിലിറ്റി കഴിഞ്ഞിട്ട് 20%. ഫിനാൻസ് കോസ്റ്റ് റിലീഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻട്രസ്റ്റിന്റെ 20% ഡിഡക്റ്റ്. അതേസമയം ഒരു കമ്പനി ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ പ്രോപ്പർട്ടി ഇൻകത്തിൽ നിന്നല്ല ഡിഡക്റ്റ് ചെയ്യുക, കമ്പനിയുടെ ഇൻട്രസ്റ്റ് ഇൻകത്തിൽ നിന്നായിരിക്കും ഡിഡക്റ്റ് ചെയ്യുക. കമ്പനി ഒരു ഡിവിഡൻഡ് കൊടുത്തെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റിൽ ഡിഡക്ട് ചെയ്യാൻ പാടില്ല. അവർ ഡിഡക്ട് ചെയ്തെങ്കിൽ നമ്മൾ ആഡ് ബാക്ക് ചെയ്തോണം. ക്യാപിറ്റൽ അലവൻസിലും പറയത്തക്ക ഡിഫറൻസുകളൊന്നുമില്ല. മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ഡയറക്ടർ ഏതെങ്കിലും ഒരു അസറ്റ് ബോത്ത് ബിസിനസ് ആൻഡ് പ്രൈവറ്റ് യൂസ് ചെയ്തെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞത് അപ്പോർഷൻ ചെയ്യാൻ പാടില്ല. അത് നോർമൽ വേയിൽ മെയിൻ പൂൾ ഓർ സ്പെഷ്യൽ പൂൾ ആയിട്ട് എടുത്താൽ മാത്രം മതി. പിന്നെ എൻഹാൻസ്ഡ് ക്യാപിറ്റൽ അലവൻസ് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കമ്പനിയിലേക്ക് ഇൻ ബിറ്റ്വീൻ 1st April 2021 to 31st March 2023 ടൈം പീരീഡിൽ എന്തെങ്കിലും അസറ്റ്സുകൾ പർച്ചേസ് ചെയ്തെങ്കിൽ അത് മെയിൻ പൂളിന് എലിജിബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 130% സൂപ്പർ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. മെയിൻ പൂളിന്റെ അസറ്റിന്റെ വാല്യൂ ഇൻറ്റു 130%. അതുപോലെ തന്നെ സ്പെഷ്യൽ പൂളിന് എലിജിബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ആണ് ആ ഒരു ടൈം പീരീഡിൽ പർച്ചേസ് ചെയ്തതെങ്കിൽ അപ് ടു 1 million വരെ AIAയും അതിന്റെ എക്സസ് ഫിഗറിന് 50% FIAയും ക്ലെയിം ചെയ്യാം എന്നുള്ള കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. ബട്ട് ഈ പറയുന്ന റിലീഫുകളൊന്നും, അതായത് കാറിന് ഈ പറയുന്ന 50% FIAയോ സൂപ്പർ ഡിഡക്ഷനോ ഇല്ല. സെക്കൻഡ് ഹാൻഡ് അസറ്റ്സിനും 130% സൂപ്പർ ഡിഡക്ഷൻ ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക. ട്രേഡ് CC ഇയറിലും ഈ പറയുന്ന അലവൻസുകൾ ഇല്ല. ഇനി നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂലേക്ക് വരാൻ ചാൻസ് മിക്കവാറും ഇതായിരിക്കില്ല, എൻഹാൻസ്ഡ് ക്യാപിറ്റൽ അലവൻസ് ആയിരിക്കില്ല. ഇതൊക്കെ നമ്മൾ ആ കൊറോണ സീസണിൽ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി ഈ അസറ്റുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഈ എൻഹാൻസ്ഡ് ക്യാപിറ്റൽ അലവൻസ്, അതായത് 130% സൂപ്പർ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുകയോ അല്ലെങ്കിൽ 50% FIA ക്ലെയിം ചെയ്യുകയോ ഒക്കെ ചെയ്ത അസറ്റുകൾ നമ്മൾ ഇപ്പോൾ സെയിൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എന്ത് എന്നുള്ള രീതിയിലായിരിക്കാം ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കൂടുതൽ. അതായത് നിങ്ങൾ 130% സൂപ്പർ ഡിഡക്ഷൻ ക്ലെയിം ചെയ്ത ഒരു അസറ്റ് ആണ് ഡിസ്പോസ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നോർമൽ കേസിൽ ആ സെയിൽ വാല്യൂ 130% സൂപ്പർ ഡിഡക്ഷന്റെ ആണെങ്കിൽ ഡയറക്ട്ലി ബാലൻസിങ് ചാർജ് എന്നെഴുതി ക്യാപിറ്റൽ അലവൻസിൽ മൈനസ് ഓർ നെഗറ്റീവ് ആയിട്ടായിരിക്കും കാണിക്കുക. അതൊരിക്കലും മെയിൻ പൂളിലേക്ക് പോവില്ല. 130% സൂപ്പർ ഡിഡക്ഷൻ ക്ലെയിം ചെയ്തൊരു അസറ്റ് ആണെങ്കിൽ ഡയറക്ട്ലി ക്യാപിറ്റൽ അലവൻസ് എന്നുള്ള ഹെഡിൽ നമ്മൾ നോർമൽ കേസിൽ ബാലൻസിങ് ചാർജ് എന്ന് എഴുതുമായിരിക്കും ചെയ്യുക. ഇനി അതേസമയം 50% FIAയുടെ കേസിൽ അങ്ങനെ ക്ലെയിം ചെയ്തിട്ടുള്ള ഒരു അസറ്റ് ആണെങ്കിൽ അതിന് 2 വേയിലാണ് വരാൻ ചാൻസ് കൂടുതൽ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന്, അസറ്റിന്റെ വാല്യൂ, ഒരു ഡിഫറൻസുകളും നമുക്ക് ഓൾറെഡി നിങ്ങളുടെ ക്യാപിറ്റൽ അലവൻസിന്റെ ചാപ്റ്റർ ട്രേഡിംഗ് ഇൻകത്തിന്റെ ചാപ്റ്ററിൽ ഇത് കണ്ടോ, 2 ക്വസ്റ്റ്യനിലെ ഡിഫറൻസുകൾ ഞാൻ കാണിച്ചു തരാം. ഒന്നെങ്കിൽ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ പറയും, നിങ്ങൾ ഒരു സോളാർ പാനൽ സെയിൽ ചെയ്തു, 20,000 ആണ് സെയിൽ ചെയ്തത്, 50% FIA ക്ലെയിം ചെയ്ത അസറ്റ് ആണ്. 50% FIA, അതായത് 1 million എക്സസ് വന്നു, എന്നിട്ട് 50% ക്ലെയിം ചെയ്ത ഒരു അസറ്റ് സെയിൽ ചെയ്തു 30,000 എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രൊസീഡ് വാല്യൂ, ഇപ്പൊ ഈ ക്വസ്റ്റ്യനിലാണെങ്കിൽ 20,000. സോ ഈ പ്രൊസീഡ് വാല്യൂവിന്റെ ഹാഫ് അല്ലെങ്കിൽ 50% ബാലൻസിങ് ചാർജ് ആയിട്ട് ക്യാപിറ്റൽ അലവൻസിലും റിമൈനിങ് 50% നമ്മൾ സ്പെഷ്യൽ പൂളിൽ നിന്ന് ഡിഡക്ട് ചെയ്യുകയും ചെയ്യും. റിമൈനിങ് 50% സ്പെഷ്യൽ പൂളിൽ നിന്ന് ഡിഡക്ട് ചെയ്യുകയും ചെയ്യും. അതേസമയം ഇത് കണ്ടോ, നെക്സ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ 7,50,000 സെയിൽ ചെയ്തു, ഇന്റഗ്രൽ ഫീച്ചേഴ്സാ. ഇന്റഗ്രൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്പെഷ്യൽ പൂളാ. അതിന്റെ ഒറിജിനൽ കോസ്റ്റ് 1,200,000 ആ. അതിന്റെ മീനിങ് എന്താ, 1,200,000 എലിജിബിൾ ആയിട്ടുണ്ടായിരുന്ന ഒരു അസറ്റ്, അല്ലെങ്കിൽ നമുക്കറിയാം 100,000 AIAയും എക്സസ് ഉള്ള 200,000 50% FIA ഒക്കെ ക്ലെയിം ചെയ്ത ഒരു അസറ്റാ. അത് ഓൾറെഡി 7,50,000 ഫുൾ ആയിട്ടും സെയിൽ ചെയ്തു. ഇങ്ങനെ പറയുവാണെങ്കിൽ
നമ്മൾ 7,50,000 ബാലൻസിങ് ചാർജിലേക്ക് വിടേണ്ട എങ്ങനെ കണ്ടുപിടിക്കണേന്നാ പറഞ്ഞത്. 7,50,000 ഇൻറ്റു സർട്ടൺ പ്രപ്പോർഷൻ, അതായത് 50% FIA ക്ലെയിം ചെയ്ത പ്രപ്പോർഷൻ. ഈ 1,200,000 50% ക്ലെയിം ചെയ്ത് എത്രയ്ക്കാ? 200,000. സോ 200,000 ഡിവൈഡ് ബൈ 1,200,000 ഇൻറ്റു 50%. ഇത് ബാലൻസിങ് ചാർജ് ആക്കണം. അപ്പോൾ ഇത് നോർമൽ കേസിൽ 62,500 വരുന്നത്. ഈ എമൗണ്ട് നേരെ കൊണ്ട് ബാലൻസിങ് ചാർജ് എന്ന് എഴുതും. എന്നിട്ട് ടോട്ടൽ പ്രൊസീഡ് വാല്യൂ 7,50,000. സോ ഈ 7,50,000 62,500 ഡിഡക്ട് ചെയ്തിട്ടുള്ള ബാലൻസ് ഫിഗർ സ്പെഷ്യൽ പൂളിൽ നിന്ന് ഡിഡക്ട് ചെയ്യും. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ട്രീറ്റ്മെന്റ്. 2 വേയിലേ ഇത് വരാൻ ചാൻസ് ഉള്ളൂ. ഈ 2 വേ ആണ് പറഞ്ഞത്. പ്രോപ്പർട്ടി ബിസിനസ് പ്രോഫിറ്റ് നിങ്ങൾക്ക് അറിയാം. കമ്പനി ആകുമ്പോൾ അക്രൂവൽ ബേസിസ് എന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇൻഡിവിജ്വൽ ആണെങ്കിൽ ക്യാഷ് ബേസിസ് ആണ്. പിന്നെ മെയിൻ ഡിഫറൻസ് ആയിരുന്നു പറഞ്ഞത്, ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ ലോൺ എടുത്തെങ്കിൽ അത് 2 സിറ്റുവേഷൻ ഞാൻ ചോദിച്ചിരുന്നു. പ്രോപ്പർട്ടി ലോസ് നിങ്ങൾക്കറിയാം. നോർമൽ കേസിൽ ഒരു പ്രോപ്പർട്ടി ലോസ് വന്നാൽ കറന്റ് ഇയറിലെ ടോട്ടൽ പ്രോഫിറ്റ് ആയിട്ടോ ഫ്യൂച്ചറിലെ ടോട്ടൽ പ്രോഫിറ്റും ആയിട്ടാണ് സെറ്റ് ഓഫ് ചെയ്യുക. ഫ്യൂച്ചറിലെ ടോട്ടൽ പ്രോഫിറ്റ് സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ QCL പ്രിസർവ് ചെയ്യണം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതേസമയം ഇൻഡിവിജ്വൽ ആണെങ്കിൽ പ്രോപ്പർട്ടി ഇൻകം ആയിട്ടായിരിക്കും സെറ്റ് ഓഫ് ചെയ്യുക. ടോട്ടൽ ഇൻകം ആയിട്ടല്ല, പ്രോപ്പർട്ടി ഇൻകം ആയിട്ടാണ് കറന്റ് ഇയർ ഓർ ഫ്യൂച്ചർ സെറ്റ് ഓഫ് ചെയ്യുക. കമ്പനിയിലാണെങ്കിൽ കറന്റ് ഇയറിലെ ടോട്ടൽ പ്രോഫിറ്റ് ആയിട്ടും ഫ്യൂച്ചറിലെ ടോട്ടൽ പ്രോഫിറ്റും ആയിട്ടും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ലീസ് പ്രീമിയം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാം, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ലോൺ ടു എ കസ്റ്റമർ റിട്ടേൺ ഓഫ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അലൗബിൾ ആൻഡ് ഡിസലൗബിൾ, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയേക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇനി മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉള്ള മറ്റൊരു കാര്യം, ലീഗൽ ഫീസ് കണക്ഷൻ വിത്ത് ദ ലോൺ നോട്ടാണ്. ലോൺ നോട്ട് ഇഷ്യൂ ചെയ്തതുമായിട്ട് റിലേറ്റ് ചെയ്ത് ലീഗൽ ഫീസ് വന്നാൽ അലൗബിൾ ആണ്. ബട്ട് അതേസമയം ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യാൻ വന്നിരിക്കുന്ന ലീഗൽ ഫീസ് എന്ന് പറയുന്നത് ഡിസലൗബിൾ ആണ്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ചാർജബിൾ ഗെയിൻ നിങ്ങൾക്ക് അറിയാം. കമ്പനിയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചാർജബിൾ ഗെയിനിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ AEA ആനുവൽ എക്സംപ്റ്റ് എമൗണ്ട് ഉണ്ട്. കമ്പനിയിൽ ഇൻഡെക്സേഷൻ അലവൻസ് ഉണ്ട്. ഇൻഡെക്സേഷൻ അലവൻസ് പക്ഷെ കിട്ടുന്നത് December 17 ബിഫോർ പർച്ചേസ് ചെയ്ത അസറ്റ്സുകൾക്കായിരിക്കും ഇൻഡെക്സേഷൻ അലവൻസ് കിട്ടുക. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഇൻഡിവിജ്വലും കമ്പനിയായിട്ട് നമ്മുടെ ചാർജബിൾ ഗെയിനിലേക്ക് കയറി വരാനുള്ളൂ. ഇവിടെ നേരെ ഒറ്റ റേറ്റ് തന്നെയാണ് ഡയറക്ട്ലി നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ഇൻഡെക്സേഷൻ അലവൻസിന്റെ അത് പ്രത്യേകം ഓർക്കുക, MCQലും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. ഇൻഡെക്സേഷൻ അലവൻസിന്റെ പേരിൽ ഒരിക്കലും ലോസ് ക്രിയേറ്റ് ആവുന്നില്ല. ഓൾറെഡി ഒരു ലോസ് ഉണ്ടെങ്കിൽ അത് ഇൻക്രീസ് ആവുന്നുമില്ല. ഇൻഡെക്സേഷൻ അലവൻസ് നമുക്ക് തരുന്നത് ആക്ച്വലി നമ്മുടെ ഗെയിൻ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ ഓൾറെഡി ഒരു ലോസ് ഉണ്ടെങ്കിൽ അത് ഇൻക്രീസ് ആകാനോ ഓൾറെഡി ഒരു ലോസ് ക്രിയേറ്റ് ആകാനോ ഒന്നിനും വേണ്ടി അല്ല എന്നുള്ള കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. ക്യാപിറ്റൽ ലോസസ്. ക്യാപിറ്റൽ ലോസ് നമുക്കറിയാം, നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ക്യാപിറ്റൽ ലോസ് വന്നെങ്കിൽ അത് നമ്മുടെ കറന്റ് ഇയറിലെ ചാർജബിൾ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. അല്ല എങ്കിൽ ഫ്യൂച്ചറിലെ ചാർജബിൾ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. കറന്റ് ഇയറിലെ ടോട്ടൽ പ്രോഫിറ്റ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. ക്യാരി ബാക്ക് ഫെസിലിറ്റി ഇല്ല എന്നുള്ള കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. പിന്നെ ഷെയറിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം, സെയിം ഡേ, പ്രീവിയസ് 9 ഡേയ്സ് ആൻഡ് ഷെയർ പൂൾ. സെയിം ഡേയിലും പ്രീവിയസ് 9 ഡേയ്സിലും ഇൻഫ്ലേഷൻ വരാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇൻഡെക്സേഷൻ അലവൻസ് കണ്ടുപിടിക്കേണ്ട. ബട്ട് അതേസമയം ഷെയർ പൂൾ എന്ന് പറയുന്നത് ട്രേഡ് സീസണിന് പാസ്റ്റ് ഇയേഴ്സുകളിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത ഷെയറിന്റെ കോസ്റ്റ് ആയതിനാൽ അവിടെ നമുക്ക് ഇൻഫ്ലേഷൻ വരാൻ ചാൻസ് ഉണ്ട്. December 17 ബിഫോർ പർച്ചേസ് ചെയ്തിരിക്കുന്ന അസറ്റ്സുകൾ ആണെങ്കിൽ അവിടെ ഇൻഡെക്സേഷൻ അലവൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ബോണസ് ഇഷ്യൂ, റൈറ്റ് ഇഷ്യൂ നമുക്കറിയാം. ബോണസ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഷെയർ മാത്രമേ ഇൻക്രീസ് ആകുന്നുള്ളൂ, കോസ്റ്റ് ഇൻക്രീസ് ആവുന്നില്ല. അതിനാൽ തന്നെ ഒരു ഇവന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഷെയറും കോസ്റ്റും ഇൻക്രീസ് ആകുന്നുണ്ട്. സോ റൈറ്റ് ഇഷ്യൂവിന് തൊട്ട് മുമ്പ് നമ്മൾ ഇൻഡെക്സേഷൻ അലവൻസ് കണ്ടുപിടിക്കണം. ടേക്ക് ഓവർ റീഓർഗനൈസേഷൻ ഇൻഡിവിജ്വലിലെ പോലെ നമ്മൾ ഇൻഡിവിജ്വലിന്റെ CGT പറഞ്ഞു പോയതാണ്. അതുപോലെ തന്നെയാണ്, ഡിഫറൻസുകളൊന്നുമില്ല. അലോക്കേഷൻ ഓഫ് കോസ്റ്റ് കണ്ടുപിടിക്കാം. ആകെ ഒരു ഡിഫറൻസ് ആ കണ്ടുപിടിച്ചിരിക്കുന്ന കോസ്റ്റിന്മേൽ നമ്മുടെ ഇൻഡെക്സേഷൻ അലവൻസ് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഡെക്സ്ഡ് ഫാക്ടർ തന്നിട്ടുണ്ടെങ്കിൽ ഇൻഡെക്സേഷൻ അലവൻസ് കണ്ടുപിടിക്കണം. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. റോൾ ഓവർ ലീഫ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇവിടെയും ആകെ ഒരു ഒറ്റ അഡ്ജസ്റ്റ്മെന്റ്, ഇൻഡെക്സ്ഡ് ഫാക്ടർ കയറി വരുന്നുണ്ട്, ഇൻഡെക്സേഷൻ അലവൻസ് കയറി വരുന്നുണ്ട്.
ഒരൊറ്റ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ക്ലൈം പീരീഡ് ഓൾറെഡി ഇൻഡിവിജ്വലിൽ പറഞ്ഞു പോയതാ. മിസ്സേ, നമ്മുടെ ഈ ടേക്ക് ഓവർ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ടേക്ക് ഓവറിന് മുമ്പ് ഒരു കമ്പനിയിൽ ഇത്ര ഷെയർ ഉണ്ടെങ്കിൽ ടേക്ക് ഓവറിന് ശേഷം അത് മാറുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വരുമോ? കോസ്റ്റിൽ ഡിഫറൻസ് വരുമല്ലോ, അതാണല്ലോ ടേക്ക് അതല്ലേ ഓവർ. വരുള്ളൂ, അല്ലാതെ വേറെ ട്രീറ്റ്മെന്റ് ഒന്നും വരില്ലല്ലോ എക്സ്ട്രാ ആയിട്ട് പുതിയ കമ്പനീന്റെ ഭാഗമാകുന്ന സമയത്ത്? ഇല്ല, അതെന്താ നീ Okay. അങ്ങനെ ചോദിച്ചേ? അല്ല, നമ്മളിപ്പം ഇത്ര ഷെയർസ് 20,000 ഷെയർ ഉണ്ടെങ്കിൽ പുതിയ കമ്പനിയിലേക്ക് മാറുമ്പോൾ വേറെ എന്തെങ്കിലും ചിലപ്പം കുറച്ച് പൈസയും കിട്ടും, കുറച്ച് സ്ട്രക്ചർ ഷെയറും കിട്ടുമല്ലോ. ചേഞ്ച് ആവും, അപ്പൊ ക്യാഷും നമ്മള് കിട്ടും, ഷെയറും കിട്ടും. ജസ്റ്റ് അതിന്റെ വേർത്ത് മാത്രം കണ്ടുപിടിച്ചാൽ പോരെ മതി, മുമ്പുള്ള കോസ്റ്റ്. ഷെയറിന്റെ? അതായത് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ആകെ എക്സാമിന് വരുന്നത് ഒന്ന് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ക്യാഷ് കിട്ടിയെങ്കിൽ അതിന്റെ ചാർജബിൾ ഗെയിൻ, അല്ല എങ്കിൽ ടേക്ക് ഓവർ വഴി കിട്ടിയ ഷെയർ സെയിൽ ചെയ്തെങ്കിൽ സെയിൽസ് പ്രൊസീഡ്സ് മൈനസ് കോസ്റ്റ്, അത് മാത്രമേ നിങ്ങൾക്കുള്ളൂ. Then ലോസസ് ഫോർ കമ്പനീസ്. നമുക്കറിയാം ഇൻഡിവിജ്വലും കമ്പനിയായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇൻഡിവിജ്വലില് ഓപ്പണിംഗ് റിലീഫ് ഉണ്ട്, കമ്പനിയിൽ ഓപ്പണിംഗ് റിലീഫ് ഇല്ല, അത് ഒരു മേജർ ഡിഫറൻസ്. പിന്നെ ആകെ ഉള്ളത് നമുക്കറിയാം കറന്റ് ഇയറിലെ ടോട്ടൽ പ്രോഫിറ്റുമായിട്ടാണ് സെറ്റ് ഓഫ് ചെയ്യുക. കറന്റ് ഇയറിൽ നിങ്ങളുടെ കമ്പനിയിൽ ഒരു ലോസ് വന്നെങ്കിൽ ആദ്യമേ കറന്റ് ഇയറിലെ ടോട്ടൽ പ്രോഫിറ്റുമായിട്ട്, ദെൻ അതിനുശേഷം നിങ്ങളുടെ പ്രീവിയസ് ഇയറിലെ ടോട്ടൽ പ്രോഫിറ്റുമായിട്ട്, പിന്നെ ആ 2 ഇയറിലും കറന്റ് ഇയറിലും പ്രീവിയസ് ഇയറിലും, അതായത് ബാക്കിലേക്ക് 12 മന്ത് ആണ്, പ്രീവിയസ് ഇയർ എന്നല്ല നമ്മളിവിടെ ആക്ച്വലി പറയണ്ടേ, ബാക്കിലേക്ക് 12 മന്ത് എന്നാ പറയുക. 12 മന്ത് ക്യാരി ബാക്ക് ചെയ്യാം. കറന്റ് ഇയറിലും ക്യാരി ബാക്ക് ചെയ്യുമ്പോഴും QCD വേസ്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്. ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ QCD പ്രിസർവ് ചെയ്യണം, വേസ്റ്റ് ആവില്ല. എനി നമ്പർ ഓഫ് ഇയേഴ്സ് ക്യാരി ഫോർവേഡ് ചെയ്യാം. ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് ടോട്ടൽ പ്രോഫിറ്റ് ആയിട്ടാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ദെൻ ടെർമിനൽ ലോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലാസ്റ്റ് 12 മന്തിലെ ലോസ് നിങ്ങൾക്ക് ബാക്കിലേക്ക് 36 മന്തിലെ നിങ്ങളുടെ ടോട്ടൽ പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. ലിഫോ ബേസിസ് എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇവിടെ നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, അത് ഞാൻ പറയാതിരുന്ന ഒരു പോയിന്റ് ആയിരുന്നു. നിങ്ങളുടെക്ക് ഒരു ലോസ് ഉണ്ടായെങ്കിൽ ആ ലോസ് നിങ്ങളുടെ അക്കൗണ്ടിങ് പീരീഡ് കഴിഞ്ഞ് 2 ഇയറിനുള്ളിലെങ്കിലും ക്ലെയിം ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കമ്പനിക്ക് ഒരു ലോസ് ഉണ്ടായെങ്കിൽ ആ ലോസ് നമ്മൾ 2 ഇയറിനുള്ളിലെങ്കിലും ക്ലെയിം ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ലോസ് മേക്കിംഗ് പീരീഡ് ലെസ് ദാൻ 12 മന്ത് എങ്കിൽ പ്രത്യേകിച്ച് ഒരു റിലവൻസും ഇല്ല. നോർമൽ വേ കറന്റ് ഇയർ ക്യാരി ബാക്ക് ക്യാരി ഫോർവേഡ്. ബട്ട് ലോസ് മേക്കിംഗ് പീരീഡിന്റെ പ്രയർ ഇയർ ഷോർട്ട് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാം, ടൈം അപ്പോർഷൻ ചെയ്യണം. കാരണം നമുക്ക് ബാക്കിലേക്ക് 12 മന്ത് ആണ് ക്യാരി ബാക്ക് ചെയ്യാവുന്നത്. അപ്പം ലോസ് മേക്കിംഗ് പീരീഡിന്റെ പ്രയർ ഇയർ ഷോർട്ട് എങ്കിൽ, ഫോർ എക്സാമ്പിൾ ലോസ് മേക്കിംഗ് പീരീഡിന്റെ പ്രയർ ഇയർ ഒരു 8 മന്ത് എങ്കിൽ അതിന്റെ പ്രീവിയസ് അക്കൗണ്ടിംഗ് പീരീഡിൽ നമ്മൾ 4 മന്തും കൂടെ സെറ്റ് ഓഫ് ചെയ്തെടുക്കണം. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രോപ്പർട്ടി ബിസിനസ് ലോസ് നമ്മൾ പറഞ്ഞു പോയി, ക്യാപിറ്റൽ ലോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ്. ദെൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. നമുക്കറിയാം നോർമലി 2 ഗ്രൂപ്പ്സ് ആണുള്ളത്, ക്യാപിറ്റൽ ഗെയിൻ ഗ്രൂപ്പ് ആൻഡ് 75% ഗ്രൂപ്പ് റിലീഫ് ഗ്രൂപ്പ്. 75% ഗ്രൂപ്പ് റിലീഫ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി മോർ ദാൻ 75% എന്നാണ് പറയുക. ഓവർസീസ് കമ്പനിക്കും നമുക്ക് നോർമൽ കേസിൽ ഗ്രൂപ്പിൽ മെമ്പർ ആകാം. ബട്ട് നമുക്ക് ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ നോർമലി നമ്മുടെ UK ബേസ്ഡ് കമ്പനിക്ക് മാത്രമേ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. UK ബേസ്ഡ് കമ്പനിക്ക് മാത്രമേ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ദെൻ നമുക്ക് ഇങ്ങനെ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ലോസസ് സെറ്റ് ഓഫ് ചെയ്യാം. ഈ ലോസസ് എന്ന് പറയുന്നത് ട്രേഡ് ലോസ് ആകാം, പ്രോപ്പർട്ടി ലോസ് ആകാം, അതുപോലെ QCDയും സെറ്റ് ഓഫ് ചെയ്യാം ഗ്രൂപ്പ് മെമ്പേഴ്സുകൾ തമ്മിൽ. ഇനി അവിടെ ഒരു ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഗ്രൂപ്പ് മെമ്പേഴ്സുകൾ തമ്മിൽ കറന്റ് ഇയറിലും ഫ്യൂച്ചറിലും ട്രേഡ് ലോസും പ്രോപ്പർട്ടി ലോസും സെറ്റ് ഓഫ് ചെയ്യാം. ബട്ട് QCD ആണെങ്കിൽ കറന്റ് ഇയറിൽ മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാവൂ എന്നുള്ള കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. ലോസ് മേക്കിംഗ് കമ്പനീനെ നമ്മൾ സറണ്ടറിങ് കമ്പനി എന്നും പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനീനെ നമ്മൾ ക്ലൈമന്റ് കമ്പനി എന്നും പറയും. 2 സിറ്റുവേഷനിലും കറസ്പോണ്ടിങ് അക്കൗണ്ടിങ് പീരീഡ്, അതായത് ജാനുവരി 24 എങ്കിൽ ലോസ് മേക്കിംഗ് കമ്പനിയുടെയും പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയുടെയും ജാനുവരി 24 പ്രോഫിറ്റും ലോസുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യണം. കറസ്പോണ്ടിങ് അക്കൗണ്ടിങ് പീരീഡിലെ പ്രോഫിറ്റും ലോസുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാവൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ക്യാപിറ്റൽ ഗെയിൻ ഗ്രൂപ്പ്. ക്യാപിറ്റൽ ഗെയിൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി 75% ഹോൾഡിംഗ് ആൻഡ് ഇൻഡയറക്ട്ലി 50 ആണ്. അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങളെ എക്സാമ്പിൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇൻഡയറക്ട്ലി 50 എന്ന് പറയും,
എന്ന് പറഞ്ഞുകൊണ്ടും ഈച്ച് ആൻഡ് എവരി ആസ്പെക്ട്സിൽ ഡയറക്റ്റ് ഹോൾഡിംഗ് ഉണ്ടായിരിക്കണം. ഈച്ച് ആൻഡ് എവരി കണക്ഷനിൽ ഡയറക്ട്ലി 75 ഉണ്ടെങ്കിൽ മാത്രമേ ഇൻഡയറക്റ്റ് ഹോൾഡിംഗ് ചെക്ക് ചെയ്യാവുള്ളൂ. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ടെസ്റ്റ് വരും, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ക്യാപിറ്റൽ ഗെയിൻ ഗ്രൂപ്പ് മെമ്പറും ഓവർസീസ് കമ്പനിയായിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ബട്ട് UK ബേസ്ഡ് കമ്പനി ആയിട്ട് മാത്രമാണെങ്കിൽ ലോസസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. നമുക്കറിയാം ക്യാപിറ്റൽ ഗെയിൻ ഗ്രൂപ്പിന്റെ മീൻസ് ഫോം ചെയ്യുന്നുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ ഗ്രൂപ്പ് മെമ്പേഴ്സുകൾ തമ്മിൽ നമ്മൾ നോർമൽ കേസിൽ ലോസസ് സെറ്റ് ഓഫ് ചെയ്യാം. ബട്ട് കറന്റ് ഇയർ ക്യാപിറ്റൽ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. അനദർ ഒരു അഡ്വാൻറ്റേജ് ക്യാപിറ്റൽ ഗെയിൻ ഗ്രൂപ്പ് മെമ്പേഴ്സുകൾ തമ്മിൽ അസറ്റ്സുകൾ ട്രാൻസ്ഫർ ചെയ്യാം. നോ ഗെയിൻ നോ ലോസ്. എങ്ങനെയാണ് നോ ഗെയിൻ നോ ലോസ് എന്ന് പറഞ്ഞാൽ അത് ഏത് വാല്യൂവാ? നോ ഗെയിൻ നോ ലോസിൽ ട്രാൻസ്ഫർ ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് ഏത് വാല്യൂവിന്മേലാ? പോസ്റ്റർ പ്ലസ് ഇൻഡെക്സേഷൻ അലവൻസ്. ഓർത്തോണം, പോസ്റ്റർ പ്ലസ് ഇൻഡെക്സേഷൻ അലവൻസിലായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക. അത് പ്രത്യേകം ഓർത്തിരിക്കേണ്ട. ഞാൻ പറഞ്ഞിരുന്നു ക്യാപിറ്റൽ ഗെയിൻ ഗ്രൂപ്പ് മെമ്പേഴ്സുകൾ തമ്മിൽ കറന്റ് ഇയറിലെ ഗെയിനും ലോസും സെറ്റ് ഓഫ് ചെയ്യാവുള്ളൂ എന്നുള്ള കാര്യവും പ്രത്യേകം ഓർത്തിരിക്കും. ക്യാപിറ്റൽ ഗെയിൻ ഗ്രൂപ്പ് മെമ്പേഴ്സുകൾ തമ്മിൽ റോൾ ഓവർ ലീഫും എലിജിബിൾ ആയിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയേ ഉള്ളൂ. നോർമലി ജനറൽ ആയിട്ട് പറയാൻ കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂല് വേറെ പ്രത്യേകിച്ച് അഡീഷണൽ പോയിന്റുകളൊന്നും കമ്പനിയുടെ ഏരിയാസിലേക്ക് പറയാനില്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പിന്നെ ഓർത്തോൾക്കുക, നിങ്ങളുടെ HMRC എന്തെങ്കിലും നിങ്ങളുടെ കമ്പനിയിൽ ഒരു കംപ്ലൈൻസ് ചെക്കോ കാര്യങ്ങളൊക്കെ നടത്തി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും എക്സ്പെൻസ് വന്നു എന്നൊക്കെ പറഞ്ഞെങ്കിൽ നമ്മൾ ഓർത്തോളുക, അത് നമ്മുടെ ഡിഡക്ഷൻ അലൗഡ് ആണ്. നമ്മൾ ഇന്നിപ്പോ ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ BPP കിറ്റിലെ ക്രംബിൾ ലിമിറ്റഡ് എന്നുള്ള ഒരു ക്വസ്റ്റൻ ഉണ്ട്. ക്രംബിൾ ലിമിറ്റഡ് ക്വസ്റ്റൻ നമ്പർ 242. ചോദിച്ചിരിക്കുന്ന കാൽക്കുലേറ്റ് ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് ലോസ് ഫോർ ദ 9 month ended 31st March 24. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് 9 month ended 31st March 24 ആണ്. ഓപ്പറേറ്റിംഗ് ലോസ് ഫിഗർ 1,87,800 ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. 0 ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടടുത്ത് 0 ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ബിഫോർ ടേക്കിംഗ് അക്കൗണ്ട് ഓഫ് എനി പോസിബിൾ ലോസ് റിലീഫ് ക്ലെയിം കാൽക്കുലേറ്റ് ദ സി ലിമിറ്റഡ് ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റ് ഫോർ ദ 9 month period ended 31st March 24. നമ്മളോട് പറഞ്ഞിങ്ങനെ എന്തെങ്കിലും ലോസ് റിലീഫ് ക്ലെയിം ചെയ്യണം ബിഫോർ ടേക്കിംഗ് പോസിബിൾ ലോസ് റിലീഫ് ക്ലെയിം. എപ്പോഴും തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിരുന്നു ചോദിക്കാറുള്ളത്. ബട്ട് ഇവിടെയും ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റ് ആണ്, ബട്ട് ലോസ് റിലീഫ് സെറ്റ് ഓഫ് ചെയ്യാണ്ടുള്ള ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റ് എന്നാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. Then state by what date C Limited must make a claim if it wishes to see its trade loss for the 9 month period ended March 24. ഓൾറെഡി എന്നായിരിക്കാം നമ്മൾ നോർമൽ കേസിൽ ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്ന എന്നാ? ഏത് ഡേറ്റിനുള്ളിൽ സെറ്റ് ഓഫ് ചെയ്യണം ഇപ്പൊ പറഞ്ഞേ? 2 ഇയറിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിങ് പീരീഡ് കഴിഞ്ഞ്, അതാണ് ഞാൻ നോട്ട് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞേ. നിങ്ങളുടെ അക്കൗണ്ടിങ് പീരീഡ് കഴിഞ്ഞ് 2 ഇയറിനുള്ളിൽ നിങ്ങൾ ക്ലെയിം ചെയ്തിരിക്കണം. ദാറ്റ് മീൻസ് 31st March 26. 31st March 26. Okay, and the last requirement state the fact is. അല്ല മിസ്, ഈ ക്വസ്റ്റ്യനിൽ കണ്ടോ നോട്ട് എന്ന് പറഞ്ഞ രീതി ഇരിക്കുന്നത്? ഏതാണോ? അല്ല, അവര് ലൈക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇത് തരുന്നുണ്ടല്ലോ. അതേപോലെ അവര് ശരിക്കും എക്സാമിന് ചോദിക്കുമെന്നായിരുന്നു ഞാൻ ഇന്നലെ ചോദിച്ചത്. ചിലതിൽ അങ്ങനെ പറയും, ഇന്നത് നോക്കണ്ട. ചിലത് വളരെ റയർ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ അങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇത് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചില ക്വസ്റ്റ്യൻ വളരെ റയർ ആയിട്ട് അങ്ങനെ പറയാറില്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ചിലപ്പോ പറയുന്നേ ഉള്ളൂ. ഓരോ എക്സാമിന് ഇടുന്ന പോലെ ഇരിക്കും. ഇങ്ങനെ പറഞ്ഞെങ്കിൽ അത് മാത്രം നമ്മൾ എപ്പോ റെഫർ ചെയ്ത് പോയാൽ മതി. പക്ഷെ പിന്നെ ഒരു കാര്യം, ഇങ്ങനെ നോട്ട് പറയുന്നതിന്റെ അത് ചിലപ്പോ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് പ്രോഫിറ്റ് എന്ന് പറയും. പക്ഷെ അത് കാൽക്കുലേറ്റ് ചെയ്യണം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രോപ്പർട്ടിക്ക് ഇത്രയാ, ചാർജബിൾ ഗെയിൻ ഇത്രയാന്ന് പറയും. പിന്നെ ഒരു നോട്ട് എക്സ്പ്ലനേഷൻ തന്നാൽ നമ്മൾ എന്തായാലും റീകാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം.
അല്ലാതെ അവർ തന്നിരിക്കുന്ന ഫൈനൽ ഫിഗർ നേരെ കൊണ്ട് എഴുതി വെക്കല്, ചിലപ്പോൾ അതിൽ മിസ്റ്റേക്ക് ഉണ്ടാവും. Then, and the last requirement state the factors that will influence C Limited choice of loss relief claim and the best option from a financial point of view. ഏതൊക്കെ വേയിലായിരിക്കാം ലോസ് സെറ്റ് ഓഫ് ചെയ്യാന്ന്, എന്തൊക്കെ ഓപ്ഷൻസ് ആയിരിക്കും, എന്തൊക്കെ കാര്യങ്ങൾ വെച്ചാണ്, എന്തൊക്കെ ഫാക്ടർ ആണ് അഫക്ട് ചെയ്യുന്നത് ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്നത്. 3 പോയിന്റ് പറഞ്ഞു പോയിട്ടുള്ള 5 പോയിന്റ്. നിങ്ങൾക്കൊരു ലോസ് വരികയാണെങ്കിൽ ആദ്യം ഏത് പോയിന്റ് ഏതാണ്, ഗ്രൂപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ കറന്റ് ഇയർ ഓർ ക്യാരി ബാക്ക് ഓർ ക്യാരി ഫോർവേഡ് ഒക്കെയാണ്, ഏത് ഇയർ ആയിട്ട് ആദ്യം സെറ്റ് ഓഫ് ചെയ്യാണെന്ന് പറഞ്ഞേ? കറന്റ് ഇയർ അല്ലേ? ഇങ്ങനെയല്ലോടാ, ഇങ്ങനെ നമ്മള് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ലായിരുന്നു, മാർജിനൽ റിലീഫ്. ഓർക്കുന്നുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 7 ചെയ്തില്ല അങ്ങനെ ക്വസ്റ്റ്യൻ നമ്പർ 7. ഈ ക്വസ്റ്റ്യൻ ചെയ്തല്ലേ നോക്കി. ക്വസ്റ്റ്യൻ ചെയ്തല്ലേ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അല്ലേ? ചെയ്തില്ല? ചെയ്തെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ചെയ്തു എനിക്ക് എന്നാണ് ഓർമ്മയുണ്ടെങ്കിൽ ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. നാളെ ക്ലാസ്സിൽ കയറുമ്പോൾ നോക്കിയിട്ട് കയറിക്കോട്ടോ. ഓക്കെ, അപ്പം മാർജിനൽ നമ്മൾ അത് നോക്കിയാൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ക്വസ്റ്റ്യൻ ചെയ്തോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് തരാം, എന്നിട്ട് അതനുസരിച്ച് എന്താണെന്ന് ചേഞ്ച് ചെയ്യാം. ദെൻ അപ്പൊ നമ്മൾ നോർമൽ കേസിൽ മാർജിനൽ റിലീഫ്, അതായത് ഓഗ്മെന്റഡ് പ്രോഫിറ്റ് ഇൻ ബിറ്റ്വീൻ 50,000 to 2,50,000 ആണെങ്കിൽ മാർജിൻ റിലീഫ് ആണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. ദെൻ അതിനുശേഷം നമ്മൾ മെയിൻ റേറ്റിലുള്ള, അതായത് 25% ഏതാണോ വരുന്നത് ആ റേറ്റ് ഉള്ള പ്രോഫിറ്റ്, അല്ലെങ്കിൽ ആ ഇയറിലെ പ്രോഫിറ്റ്, അല്ലെങ്കിൽ ആ കമ്പനിയുടെ പ്രോഫിറ്റ് ആയിട്ടാണ് സെറ്റ് ഓഫ് ചെയ്യുക. ദെൻ ആൻഡ് ദ തേർഡ് കേസ് ലോവർ റേറ്റ് 19% വരുന്നത്. പിന്നെ അത് ലാസ്റ്റ് അതല്ലേ ഉള്ളൂ. ആ ഒരു വേയിലാണ് നമ്മൾ നോർമൽ കേസിൽ ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്താണ് എന്തൊക്കെയാണ് പ്രോഫിറ്റ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ ബേസ് ചെയ്തായിരിക്കും ഡിസൈഡ് ചെയ്യുക. സോ ഫസ്റ്റ് പാർട്ടില് Crumble Limited was brought forward its accounting reference to date 31st March and is summarized to statement of profit or loss for 9 months ended 31st March 24. Then നമ്മളോട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഓപ്പറേറ്റിംഗ് ലോസ് 1,87,800 സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നോട്ട് നമ്പർ 1, പ്രൊഫഷണൽ ഫീസ്. Professional fees includes accountancy fees that is eligible ആണ്, indicate 0. Legal fees in connection with the varying the terms of C Limited's loan notes. Loan notes നമുക്കറിയാം eligible ആണ്, indicate 0. In connection with the share capital eligible അല്ല, therefore add back. Then legal fees in connection with the registration of trademark eligible ആണ്, therefore indicate 0. Then the accountancy fees of 6,200 include 2,800 in respect of the additional work arising as a result of compliance check by HM Revenue and Customs into C Limited self-assessment tax return for the year ended 30th June. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓൾറെഡി ഒരു കംപ്ലൈൻസ് ചെക്കുമായിട്ട് റിലേറ്റ് ചെയ്തൊരു എക്സ്പെൻസ് വന്നു, അത് നമുക്ക് ഡിഡക്ഷൻ അലൗഡ് ആണ്, therefore indicate 0. HMRCയുടെ ഒരു റാൻഡം വൈസ് ചെക്കിങ് നമ്മുടെ കമ്പനിയിൽ വന്നു, അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു എക്സ്പെൻസ് ആണ്, നോർമലി നമുക്ക് ഡിഡക്ട് ചെയ്യാം. Then repairs and renewals, constructing a new car park. New car park, that means capital nature ആണ്, deduction allowed അല്ല, therefore add back. Repairing the wall, revenue nature ആണ്, deduction allowed ആണ്, indicate 0. Then qualifying charitable donation already deduct ചെയ്തിട്ടുണ്ട്, deduction allowed അല്ല, therefore add back. Other expense, removal expense to the company's new business premises. Removal expense, that this was not an expansionary move എന്നാ പറഞ്ഞത്. That means that is not a capital nature, therefore allowed. ഇത് മാറിപ്പോകരുത്, മറ്റടുത്തൊരു റിമൂവൽ എക്സ്പെൻസ് 8,000 എന്ന് പറയുന്ന ലിമിറ്റ്
നിങ്ങളൊരു കമ്പനിയിലെ എംപ്ലോയി ആണെങ്കിലത്തെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങളൊരു കമ്പനിയിലെ എംപ്ലോയി ആണെങ്കിൽ നമുക്ക് നോർമൽ കേസിൽ 8,000 പൗണ്ട് വരെ റിസീവ് ചെയ്യാൻ പാടുള്ളൂ. കൂടുതൽ റിസീവ് ചെയ്തെങ്കിൽ അത് നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ഇൻകം ആയിട്ട് എടുക്കണം എന്നുള്ള പോയിന്റ് അത് പ്രത്യേകം ഓർത്തിരുന്നേക്കാം. ഇവിടെ ഇത് കമ്പനിയുടെ അതൊരു ട്രേഡിംഗ് എക്സ്പെൻസ് ആയിട്ടാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുക. ദെൻ ഫൈന് നമുക്കറിയാം ഡിഡക്ഷൻ അലൗഡ് അല്ല, ദെയർഫോർ ആഡ് ബാക്ക്. റിമൈനിങ് എക്സ്പെൻസ് ഫുള്ളി അലൗബിൾ ആണ്, ദെയർഫോർ ഇൻഡിക്കേറ്റ് 0. Then property business income. C Limited lets out a warehouse which is surplus to requirements and the building was empty and was available for letting on 1st July to 30th November but was let from 1st December 23 onwards. Then ഇപ്പൊ നിങ്ങൾ ഓർത്തോണം, നിങ്ങളുടെ 9-month അക്കൗണ്ടിംഗ് പീരീഡ് ആണ് കമ്പനിയുടേത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ്. നമ്മൾ നോർമലി ലെറ്റിങ്ങിന് അവൈലബിൾ ആയിരുന്നു ജൂലൈ മുതൽ, ബട്ട് ലെറ്റ് ചെയ്തത് ഡിസംബർ 23 മുതലാണ്. Then ഇൻഷുറൻസ് ഫോർ ദ ഇയർ എൻഡഡ് ജൂൺ 24. ഇൻഷുറൻസ് ജൂലൈ 23 പേ ചെയ്തു, ഇയർ എൻഡഡ് ജൂൺ 24 വരെയാണ്. ബട്ട് നിങ്ങളുടെ അക്കൗണ്ടിംഗ് പീരീഡ് തീരുന്നത് 31st മാർച്ച് 24 ആണ്. സോ അക്രൂവൽ ബേസ് ആയതുകൊണ്ട് 840 ഡിവൈഡ് ബൈ 12 into 9 അത് മറക്കരുത്. ദെൻ റെന്റ് പറഞ്ഞിരിക്കുന്നത് ഡിസംബർ 23 ലെറ്റ് ചെയ്തു, 6 month ended മെയ് എന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ അക്കൗണ്ടിംഗ് പീരീഡ് മാർച്ച് വരെ ഉള്ളൂ. സോ ഡിവൈഡ് ബൈ 6 into ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 4 മന്തിന്റെ അക്കൗണ്ടിംഗ് പീരീഡിന്റെ മാത്രമേ നിങ്ങൾക്ക് റെന്റ് ടാക്സ് ഈ ഒരു ഇയറിൽ കൊടുക്കേണ്ട കാര്യമുള്ളൂ. Then security deposit not a income or expense. Income alla, expense alla, therefore indicate 0. Then profit on disposal of share. On 22nd December 23, C Limited sold a 1% shareholding in an unconnected company for 25,200 and the shareholding had been purchased 12,400 and is indexed cost on 22nd December 23. ഇവിടെ ഡയറക്ട്ലി ഇൻഡെക്സ്ഡ് കോസ്റ്റ് തന്നിരിക്കുവാണ്. എന്നാണ് പർച്ചേസ് ചെയ്തതെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. ദാറ്റ് മീൻസ് ഡിസംബർ 17 ബിഫോർ ആയിരിക്കാം. സെയിൽ ചെയ്തത് ഇപ്പോഴാണ്. സോ ദെയർഫോർ സെയിൽസ് 25,200 ലെസ് കോസ്റ്റ് എന്ന് പറയുന്നത് 13,600 ആണ്. റിമൈനിങ് എമൗണ്ട് ഈസ് ചാർജബിൾ ഗെയിൻ. Then interest payable. The interest payable 8,750 was in respect of the company's loan notes which were issued on a 1st January 16 and were due for the repayment of 31st December 23. However, C Limited has varied the terms of the loan notes so that they are now repayable on 31st December 28. At the same time, the annual rate of the interest payable was reduced from 7% to 4% with the effect from 1st January 24. Interest of 8,750 was paid on 31st December 23 in relation to the 6 month ended on that date. Interest for the 6 month ending 30th June 24, 5,000. അപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ അക്കൗണ്ടിംഗ് പീരീഡ് 31st മാർച്ച് 24 ആണ്. നിലവിൽ തന്നിരിക്കുന്ന ഇൻട്രസ്റ്റ് ഡിസംബർ വരെ 8,750 ആണ്. അതിന്റെ കൂടെ ഈ 5,000 നിന്നും നമ്മളൊരു 3 month കൂടെ എടുക്കണം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഈ ലോൺ എടുത്തിരിക്കുന്ന ട്രേഡിംഗ് ആക്ടിവിറ്റിക്ക് വേണ്ടിയാണ്. സോ ദാറ്റ് മീൻസ് നിങ്ങളുടെ കമ്പനിയുടെ ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്ട് ചെയ്യണം. ആ ഒരു കാര്യവും മറക്കരുത്. ഇത്രയേ ഉള്ളൂ നമുക്ക് ഇൻഫർമേഷൻ. ദെൻ പ്രീവിയസ് ഇയറിലെ TTPയും ദെൻ ഫ്യൂച്ചറിലെ TTP ഒക്കെ തന്നിട്ടുണ്ടെന്ന് മാത്രം. സോ ഹെഡിങ് കൊടുക്കുക, കമ്പ്യൂട്ടേഷൻ ഓൺ ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് ലോസ് ഫോർ ദ 9 month ended March 24. For the year ended, month ended, short അല്ലേ. So month ended 31st March 24.
ഡിഡക്റ്റബിൾ ആൻഡ് നോൺ ഡിഡക്റ്റബിളിന്റെ നോട്ട് തന്നിരിക്കുന്നല്ലേ, അത് നോക്കി അങ്ങനെ പല ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ക്ലിയർ ആവുമല്ലോ. നോട്ട് തന്നിരിക്കുന്നല്ലേ അതിന്റെ. റിലേറ്റിംഗ് ടു ട്രേഡ് ആണെങ്കിൽ എല്ലാം ഡിഡക്റ്റബിൾ ആണ്, റിലേറ്റിംഗ് ടു നോൺ ട്രേഡ് ആണെങ്കിൽ നോൺ ഡിഡക്റ്റബിൾ. അങ്ങനെയാണ് ജനറൽ ആയിട്ട് പറഞ്ഞാൽ പറയാവുന്നത്. മിസ് ഈ ക്വസ്റ്റ്യൻ നമ്പർ എത്രയായിരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 242. So operating loss. $1,87,800. Then accountancy fees. Accountancy fees 0. Then legal fees relating to loan note. Legal fees relating to loan note 0. Share capital add back. Share capital 9,300. Registration of trademark. Registration of trademark 0. Then next compliance check. Compliance check 0. New car park. New car park. That means capital nature add back 7,300. Repairs. Repairs, that is revenue nature allowed, indicate 0. QCD add back 3,400. Then removal expense. Removal expense, that is eligible, indicate 0. Fine 1,200 add back. Other allowable expense. Other allowable expense, indicate 0. Then interest payable കൂടി ഉണ്ട്. Interest payable. Interest payable എടുക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നമ്മൾ ഓൾറെഡി 8,750 നമ്മുടെ ഡിസംബർ വരെയും പ്ലസ് ഓൾറെഡി 5,000 അത് ഇതിൻ്റെ കൂടെ വന്നിട്ടില്ല, ഡിവൈഡ് ബൈ 6 into 3 കൂടെ ഇതിലേക്ക് കയറി വരും. സോ അത്രയും എമൗണ്ട് ഡിഡക്ട് ചെയ്യാം. ബാലൻസ് എമൗണ്ട് ഈസ് ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് ലോസ്. ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് ലോസ്. Tax adjusted trade loss. Then next computation, next second requirement, computation of taxable total profit. Computation of taxable total profit. Property income. Property income. Chargeable gain. Chargeable gain, total profit less QCD, taxable total profit. ഇനി ഓൾറെഡി നമുക്കറിയാം, ഇവിടെ നമ്മൾ ജസ്റ്റ് ഫോർമാറ്റ് എഴുതി. ഇവിടെ ഒരു കാര്യം ഓർക്കുക, ജനറൽ ആയിട്ട് നിങ്ങളോട് ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റ് ആയിരുന്നു ചോദിച്ചതെങ്കിൽ ഇവിടെ കണ്ടോ നിങ്ങൾക്ക് ഒരു ലോസ് വന്നിട്ടുണ്ട്. ഈ ലോസും കൊണ്ട് നമ്മൾ ടോട്ടൽ പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്ട് ചെയ്യുമായിരുന്നു. നോർമലി അങ്ങനെയാ ചെയ്യേണ്ടത്. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ റിക്വയർമെന്റിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുക ലോസ് റിലീഫ് സെറ്റ് ഓഫ് ചെയ്യണ്ട.
അതിന് മുൻപുള്ളതാ വേണ്ടത് എന്ന് പറഞ്ഞിരിക്കുവോ? അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ മാത്രം ഒരു പ്രത്യേകതയാണ് അത്. മറ്റു ക്വസ്റ്റ്യനിൽ അങ്ങനെ അല്ലായിരുന്നു. Then property income, rent accrued. കമ്പനി ആയതുകൊണ്ട് നമ്മൾ rent accrued 6,600 divided by 6 into December, January, February, March 4. Then rent accrued, then insurance 840 divided by 12 into 9. Then security deposit 0. Then next chargeable gain. Sales 25,200 less indexed cost 13,600. Balance amount is chargeable gain. ഇനി ഇത് രണ്ടും നമ്മൾ മെയിൻ ഫോർമാറ്റിലേക്ക് property income 3,770 chargeable gain 11,600 രണ്ടും കൂടെ സം ചെയ്യുന്നതിനെ നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയും. അതിൽ നിന്നും QCD നമ്മൾ 3,400 ഡിഡക്റ്റ് ചെയ്യും. ബാലൻസ് എമൗണ്ട് ഈസ് ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റ്. Balance amount is taxable total profit. കിട്ടിയോ? ഈ QCD-നെ തന്നെ നാഷണലും ലോക്കലും പറയത്തില്ലേ? ഇല്ല ടൈപ്പ് ഇല്ലേ? ഇല്ല, QCD-നെ തന്നെയല്ല. QCD-നെ അല്ല, ചാരിറ്റി ആണ് 2 ടൈപ്സ്. ചാരിറ്റീനെയാണ് നമ്മൾ ലോക്കൽ എന്നും നാഷണൽ എന്നും പറയും. ഈ നാഷണൽ എന്ന് പറയുന്നതിനെയാണ് QCD എന്ന് പറയുക. ജസ്റ്റ് ചാരിറ്റി എന്ന് പറഞ്ഞാലും അത് നാഷണൽ ആണ്. QCD എന്ന് പറഞ്ഞാലും അത് നാഷണൽ ആണ്. ലോക്കൽ എങ്കിൽ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് ലോക്കൽ എന്ന് പറയും. ലോക്കൽ ആണെങ്കിൽ നേരത്തെ തന്നെ ഡിഡക്ട് ചെയ്യാൻ പറ്റുമോ സാധാരണ ചെയ്യുന്ന പോലെ? ലോക്കൽ ആണെങ്കിൽ നമ്മുടെ ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്ട് ചെയ്യാം. ബട്ട് നാഷണൽ ചാരിറ്റിയോ അല്ലെങ്കിൽ QCD എന്ന് പറഞ്ഞാൽ ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ അവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡിഡക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആഡ് ബാക്ക് ചെയ്തിട്ട് ടാക്സ് ടോട്ടൽ പ്രോഫിറ്റിൽ നിന്ന് വേണം ഇതുപോലെ ഇവിടുന്ന് ഡിഡക്ട് ചെയ്യണം. ഇത് കണ്ടോ, ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടോ മെയിൻ ഫോർമാറ്റിൽ ടോട്ടൽ പ്രോഫിറ്റിൽ നിന്നല്ലേ ഡിഡക്ട് ചെയ്തേ. പക്ഷെ ഇവിടെ കണ്ടായിരുന്നോ ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ ഈ QCD അവർ ഡിഡക്ട് ചെയ്ത് വെച്ച് നമ്മളിവിടെ ആഡ് ബാക്ക് ചെയ്തു. എഫക്റ്റ് സെയിം ആണോ എന്ന് ചോദിച്ചാൽ എഫക്റ്റ് സെയിം ആണ്. ബട്ട് അത് പക്ഷേ ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്ട് ചെയ്യാൻ പാടില്ല എന്ന റൂളുണ്ട്. അതുകൊണ്ട് അവിടെ ആഡ് ബാക്ക് ചെയ്യും. എന്നിട്ട് കൊണ്ടുപോയി ടോട്ടൽ പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്ട് ചെയ്യും. QCD. ലോക്കൽ ചാരിറ്റി ആണെങ്കിൽ ഇവിടെ ഡിഡക്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ലോക്കൽ ചാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിക്കേറ്റ് 0 കൊടുക്കും. കാരണം അവിടെ ഡിഡക്ട് ചെയ്യാം. കിട്ടിയോ? ഇനി എങ്ങനെയാ സെക്ഷൻ സിയുടെ Yes, ക്വസ്റ്റ്യൻ miss. വേണോ? മതിയോ? എല്ലാവരും സെക്ഷൻ സി ഒക്കെ ചെയ്ത് കോൺഫിഡന്റ് ആയിരിക്കുന്നല്ലേ? മിസ് നമ്മള് ഈ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന സമയത്തില്ലേ എന്തോ ട്രേഡിങ്ങിന് എന്തോ നമുക്ക് പ്രിസേർവ് ചെയ്യാൻ പറ്റില്ല. അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു കേസ് വരുന്നില്ല അങ്ങനെ. ട്രേഡിംഗ് അല്ലല്ലോ അവിടെ QCD അല്ലേ നീ ഉദ്ദേശിച്ചാണോ? ട്രേഡിംഗ് തന്നെയാണോ? അല്ല QCD അല്ലാതെ അവര് സ്പെസിഫിക്കലി എന്തോ പറയുകയാണെങ്കിൽ അത് നമ്മൾ ഫസ്റ്റ് എന്താ അതിന് മുൻഗണന കൊടുത്തു. അതെന്നായിരുന്നു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ട്രേഡിംഗും പ്രിസർവ് ചെയ്യാനല്ല. നീ ഒരു MCQ ക്വസ്റ്റിനെ ബേസ് ചെയ്താണ് ചോദിക്കുന്നത് എങ്കിൽ
ഇതുണ്ടോ ഈ ക്വസ്റ്റ്യൻ നമ്പർ 214 ഇതാണോ നീ ഉദ്ദേശിക്കണേന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ BPP റിവിഷൻ കീറ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ 214 ആണ്. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനില് മാർച്ച് 24-ല് നിങ്ങൾക്ക് ഒരു 2,50,000 ലോസ് ഉണ്ട്. അപ്പം ഈ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് നിങ്ങളുടെ മാർച്ച് 25 എന്തുമാത്രം സെറ്റ് ഓഫ് ചെയ്യാമെന്നായിരുന്നു ക്വസ്റ്റ്യൻ. മാർച്ച് 25 ഇയറുമായിട്ട് എന്തുമാത്രം ഈ 2,50,000 ലോസ് എന്തുമാത്രമാണ് ഇങ്ങോട്ട് സെറ്റ് ഓഫ് ചെയ്യുക എന്ന. നമുക്കറിയാം നോർമലി നമ്മളിവിടെ കറന്റ് ഇയറിലെ ടോട്ടൽ ഇൻകമായിട്ട് ഇൻട്രസ്റ്റിംഗ് കാണും, ടോട്ടൽ ഇൻകമായിട്ട് സെറ്റ് ഓഫ് ചെയ്യും, QCD വേസ്റ്റ് ആകും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ ഇവിടത്തെയൊക്കെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഉണ്ടോ 1,30,000 പ്ലസ് 10,000 എന്ന് പറഞ്ഞാൽ 1,40,000 ഉണ്ട്. അപ്പൊ ഇങ്ങനെ 1,40,000 ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയാം നിങ്ങൾ മാർജിനൽ റിലീഫിൽ നിൽക്കുക. അതായത് നിങ്ങളുടെ ഓഗ്മെന്റഡ് പ്രോഫിറ്റ് ഇൻ ബിറ്റ്വീൻ 50,000 to 2,50,000 നിൽക്കുന്നത്. മാർജിനൽ റിലീഫിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ മാർജിൻ റിലീഫിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ നോർമൽ കേസിൽ നമുക്കറിയാം ഈ എമൗണ്ട് കുറച്ച് ലോസ് സെറ്റ് ഓഫ് ചെയ്യുവാണെങ്കിൽ ഈ പ്രോഫിറ്റ് 50,000 എത്തിച്ചാൽ അതിന് ഡയറക്ട്ലി 19% കൊടുത്താൽ മതി. അതുകൊണ്ട് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ QCD പ്രിസർവ് ചെയ്യണമെന്നൊരു റൂൾ ഉണ്ട്. അതുകൊണ്ട് നിന്റെ 1,30,000 പ്രോഫിറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് ഇൻകം 10,000 കൂടെ ആഡ് ചെയ്തു 1,40,000 കിട്ടി. ഈ 1,40,000 നിന്ന് QCD പ്രിസർവ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. QCD ഡിഡക്ട് ചെയ്തു. ഇനി നിങ്ങൾക്ക് 1,33,000 ഇൻകാണ് ഉള്ളത്. പക്ഷെ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളുടെ ലോസ് സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ 50,000 ലോവറിലേക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ, അതായത് നിങ്ങളുടെ പ്രോഫിറ്റ് ഇവിടെ 50,000 ആക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോ 50,000 ആക്കണമെങ്കിൽ 1,33,000 50,000 ആക്കണമെങ്കിൽ ഇവിടെ എത്ര ലോസാ സെറ്റ് ഓഫ് ചെയ്യുക? 83,000 ലോസ് ഇവിടെ സെറ്റ് ഓഫ് ചെയ്യും. അപ്പൊ നമ്മുടെ പ്രോഫിറ്റിനെ ലോവറിലേക്ക് നമ്മൾ റെസ്ട്രിക്ട് ചെയ്തു. ലോവറിലേക്ക് റെസ്ട്രിക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പൊ ഇതിന് പിന്നെ 19% കൊടുത്താൽ മതി. അതേസമയം ഇത് മാർജിനൽ റിലീഫിൽ നിൽക്കുന്നത് കൊണ്ട് 26.5% ആക്ച്വലി കൊടുക്കണം. അപ്പൊ അവിടെ നിങ്ങൾക്ക് കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി കൂടുതൽ വരുവായതുകൊണ്ട് ഇത് നമ്മൾ ഇതിലേക്ക് റെസ്ട്രിക്ട് ചെയ്തു. ഇതാണോ നീ ഉദ്ദേശിച്ചത്? ലോസിന്റെ റെസ്ട്രിക്ഷൻ അതാണോ ഉദ്ദേശിച്ചത്? ഇതാണെന്ന് തോന്നുന്നു. ഇതായിരിക്കും. ഇങ്ങനൊരു കേസുണ്ട്. അതായിരുന്നു ഞാൻ മറ്റേ ക്വസ്റ്റ്യൻ ചോദിച്ചോന്ന് ചോദിച്ചാൽ നാളെ ചോദിക്കാം. ഇതല്ലാതെ നമ്മൾ ഫ്യൂച്ചറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ വേറെ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യാനൊക്കെ പ്രിഫറൻസ് കൊടുക്കണ്ടല്ലോ QCD അല്ലാതെ? അതൊന്നുമില്ല. പിന്നെ ഇനി നിനക്ക് ഡൗട്ട് ചിലപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിവിഷൻ കിറ്റിലെ ക്വസ്റ്റ്യനിൽ ഒരു നീ നിന്റെ കമ്പനിക്ക് ഒരു പ്രോപ്പർട്ടി ലോസും ട്രേഡ് ലോസും വന്നാൽ ഏത് ആദ്യം സെറ്റ് ഓഫ് ചെയ്യും എന്നുള്ള ഒരു ഡൗട്ട് പൊതുവെ സ്റ്റുഡൻസിനും വരാറുണ്ട്. ഇത് ഇവര് കപ്ലാനിലൊക്കെ ആണെങ്കിൽ പോലും കിറ്റിൽ അവരൊരു പ്രോപ്പർ എല്ലാത്തിനും ഒരു പ്രോപ്പർ വേ ഫോളോ ചെയ്യുന്നില്ല. ചില ക്വസ്റ്റ്യനിൽ അവർ കൊണ്ടുപോയി പ്രോപ്പർട്ടി ലോസും ചിലതിൽ കൊണ്ടുപോയി അവർ ട്രേഡ് ലോസും സെറ്റ് ഓഫ് ചെയ്യാം. നമ്മൾ കറന്റ് ഇയറിൽ ചെയ്യുമ്പോഴും ക്യാരി ഫോർവേഡ് കറന്റ് ഇയറിലൊക്കെ ടോട്ടൽ പ്രോഫിറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് അത് ഫസ്റ്റ് പ്രോപ്പർട്ടി ലോസ് സെറ്റ് ഓഫ് ചെയ്യാനാണ് സജസ്റ്റ് ചെയ്യുന്നത്. റീസൺ എന്താന്ന് വെച്ചാൽ നമുക്കറിയാം പ്രോപ്പർട്ടി ലോസ് നമുക്ക് ക്യാരി ബാക്ക് ഇല്ല. ട്രേഡ് ലോസ് അവിടെ പെൻഡിങ് നിർത്തിയാൽ നമുക്ക് ക്യാരി ബാക്ക് ഉണ്ട്. ആ ഒരു കാര്യം പിന്നെ അവിടെ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻ കയറി വരുന്നത് ഗ്രൂപ്പുമായിട്ട് റിലേറ്റ് ചെയ്താ മാക്സിമം എന്തുമാത്രം ലോസ് സെറ്റ് ഓഫ് ചെയ്യാം എന്ന് പറയുമ്പോൾ മാക്സിമം ഗ്രൂപ്പ് റിലീഫ് എന്തുമാത്രം ക്ലെയിം ചെയ്യാം. ഇത്രയും കേസസേ ഉള്ളല്ലോ. പിന്നെ ഏർലി ആസ് പോസിബിൾ വരില്ലേ സെറ്റ് അത് ഓഫ് എന്ന് പറയുന്ന? ഈ ക്വസ്റ്റ്യനില് ഇതിപ്പം ഏർലി ആസ് പോസിബിൾ തന്നെയാണ്. ഇതും കമ്പനിയുടെ ലോസ് ആസ് ഏർലി ആസ് പോസിബിൾ എന്നാണ് ചോദിച്ചിരിക്കണേ. അതായത് ക്യാരി ബാക്ക് തന്നെ ചെയ്യുക എന്നുള്ളൊരു ഇതാണ്. ഇവിടുത്തെ ലോസ് മേക്കിംഗ് ഇയറിന്റെ പ്രയർ ഇയർ ഷോർട്ടാ 9 months. നമ്മൾ ഇവിടുന്നും കൂടെ ക്യാരി ഫോർവേഡ് ചെയ്യാണ്ട് ക്യാരി ബാക്ക് ചെയ്ത് തന്നെ ഇവിടുന്നും കൂടെ സെറ്റ് ഓഫ് ചെയ്തെടുക്കും. ആസ് ഏർലി ആസ് പോസിബിൾ എന്ന് ചോദിച്ചു. മാക്സിമം നേരത്തെ. അതൊന്ന് ഈ ഇൻഡിവിജ്വൽ പോയിന്റ് ഓഫ് വ്യൂ ആയിരുന്നു ചോദിച്ചത്. രണ്ടും വ്യത്യാസമുണ്ടോ? വലിയ വ്യത്യാസമുണ്ടോ? ഇൻഡിവിജ്വൽ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ നമ്മളിപ്പം ആസ് ഏർലി ആസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിന്റെ എമൗണ്ട് ടോട്ടൽ ഇൻകം ഒരു 11,000 ആണ്.
നോർമൽ കേസിൽ പറയും ടോട്ടൽ ഇൻകത്തിന്റെ എമൗണ്ട് ലെസ് ആൻഡ് പേഴ്സണൽ അലവൻസ് ആണെങ്കിൽ ഇതിനെ പേഴ്സണൽ അലവൻസ് ആക്കിക്കോ എന്നാ പറയാറുള്ളത്. അവിടെ ലോസ് സെറ്റ് ഓഫ് ചെയ്യണ്ട എന്നാ പറയുന്നത്. ബട്ട് അതേസമയം ആസ് ഏർലി ആസ് പോസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഈ പേഴ്സണൽ അലവൻസ് ആക്കാണ്ട് ഇതിനെ ട്രേഡ് ലോസ് എന്നാ സെറ്റ് ഓഫ് ചെയ്യും. ട്രേഡ് ലോസ് എത്ര സ്മോൾ ഫിഗർ ആണെങ്കിലും അതിനെ ട്രേഡ് ലോസ് എന്നാ, എന്നിട്ട് അവിടെ സെറ്റ് ഓഫ് ചെയ്ത് പോകും. അതാണ് ഇൻഡിവിജ്വലിലെ ആസ് ഏർലി ആസ് പോസിബിൾ ഓർ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞത്. ബട്ട് ആ ഇൻഡിവിജ്വലിന്റെ ഏരിയാസിൽ സ്റ്റഡിയബിൾ ഒരു ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ട്. അവർ കൊണ്ടുപോയി ആസ് ഏർലി ആസ് പോസിബിളിന് കൊണ്ടുപോയി പേഴ്സണൽ അലവൻസ് ചെയ്ത് വെച്ചിരിക്കുക. ബാക്കിയൊന്നിലും മിസ്റ്റേക്ക് ഇല്ല, ആ ഒരു ക്വസ്റ്റ്യനിൽ അവിടെ മിസ്റ്റേക്ക് ഉണ്ട്. ഇതായിരിക്കും ഉദ്ദേശിച്ച സിറ്റുവേഷൻ. മിസ് കറന്റ് ഇയറിലെ പേഴ്സണൽ അലവൻസ് മാത്രം ഏർലിയസ് പോസിബിൾ ആണെങ്കിൽ നോക്കാം, നമുക്ക് എടുക്കാം അല്ലേ? കറന്റ് ഇയറിലും പ്രീവിയസ് ഇയറിലും ഒക്കെ നിന്റെ ടോട്ടൽ ഇൻകത്തിന്റെ എമൗണ്ടിനേക്കാളും സോറി പേഴ്സണൽ അലവൻസിന്റെ ബിലോ ആണ് നിന്റെ ടോട്ടൽ ഇൻകം എങ്കിൽ നിനക്ക് അവിടെ പേഴ്സണൽ അലവൻസ് ആക്കാം. ആസ് ഏർലി ആസ് പോസിബിൾ ആണെങ്കിൽ അതിനെ പേഴ്സണൽ അലവൻസ് ആക്കാത്ത ലോസ് സെറ്റ് ഓഫ് ചെയ്യും. മോസ്റ്റ് ബെനിഫിഷ്യൽ വേ എന്നും ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞില്ലെങ്കിൽ അതിനെ നമ്മൾ പേഴ്സണൽ അലവൻസ് ആക്കും. കിട്ടിയോ? ഓക്കെ മാം, കിട്ടി. ഓക്കെ, അപ്പം വേറെ ആർക്കും ഡൗട്ട്സുകളൊന്നും ഇല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യുക. ബാക്കി കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം കേട്ടോ. ഓക്കെ, താങ്ക് യു.